ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. KV അനിൽ എഴുതിയ നോവൽ DNA. അധ്യായം 4. അരി കഴുകി അടുപ്പത്തിട്ട് സുധ വരാന്തയിലേക്ക് വന്നപ്പോഴും ചിലങ്ക ഫോണുമായി ഇരിപ്പുണ്ട്. വരാന്തയിൽ നിലവിളക്ക് കത്തുന്നുണ്ട്. ഫോണിൻ്റെ മറുവശത്ത് ചന്ദ്രമൗലിയാണെന്ന് സുധയ്ക്കുറപ്പുണ്ട്. എടി, സുധ മകളെ നോക്കി. വിളക്ക് കത്തിച്ചതല്ലേ, ഒന്ന് തൊഴുതിട്ട് സംസാരിക്കടി. ഞാൻ കൃഷ്ണനെ ഒന്ന് വിഷ് ചെയ്തായിരുന്നു. വിളക്കിന് പിന്നിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയിലേക്ക് ചിലങ്ക ഒന്ന് പാളി നോക്കി. ഞാനൊന്ന് മേല് കഴുകിയിട്ട് വരാം. നീ ആ ചോറ് വെന്തു പോകാതെ വാർത്തേക്കണം. ചിലങ്ക തിരിഞ്ഞുപോലും നോക്കിയില്ല. ചന്ദ്രമൗലിയോട് ഗൗരവത്തിൽ എന്തോ പറയുകയാണ്. എൻ്റെ മൗലി, ഞാൻ പറയുന്നത് നീയൊന്നും മനസ്സിലാക്ക്. എനിക്ക് ഇയാളോടല്ലാതെ വേറെ ആരോടും ഒരു തരുമ്പ് പോലും ഇഷ്ടമില്ല. ഞാൻ ചിരിച്ചെന്നോ? ആരെ നോക്കി? പോ അവിടുന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുടിയിൽ എണ്ണ തേച്ച് സുധ തിരിച്ചു വരുമ്പോഴും ചിലങ്ക ഫോണിലാണ്. ഒന്ന് മനസ്സിലാക്ക എന്നെ, പ്ലീസ്. ഇയാളെ ഒരൊറ്റയാളെ നോക്കിയാ എൻ്റെ ജീവിതം. അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും പറഞ്ഞ്. എടി, സുധ മകളെ നോക്കി. എന്താടി രണ്ടാളും കൂടി വഴക്കിട്ടോ? കോൾ കട്ട് ചെയ്തിട്ട് ചിലങ്ക അമ്മയെ നോക്കി. എന്താ, നീയും അവനും കൂടി വഴക്കിട്ടോ എന്ന്? ഒട്ടൊരു കുസൃതിയോടെയാണ് സുധ മകളെ നോക്കിയത്. ഞാൻ വഴക്കിട്ടൊന്നുമില്ല. അയ്യോടാ പാവം. സുധയ്ക്ക് ചിരി വന്നു. എൻ്റെ മോള് തന്നെയല്ലേ നീ? അവന് സ്വൈര്യം കൊടുത്തു കാണത്തില്ല. എടി, സുധ മകളുടെ തലയിലൊന്ന് തൊട്ടു. ആണുങ്ങൾക്ക് 100 കൂട്ടം ടെൻഷൻ കാണും. നിനക്ക് കണ്ണു തുറന്ന ഉറങ്ങുന്നതുവരെ ഒരൊറ്റ വിചാരമല്ലേയുള്ളൂ. മൗലി മൗലി. അവന് എന്തുമാത്രം പ്രശ്നങ്ങളാ. പിന്നെ ഭയങ്കര പ്രശ്നങ്ങളല്ലേ ആ കുരുത്തം കെട്ട തലയ്ക്കകത്ത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില വർധന, സ്വർണ്ണവില നാളെ കൂട്ടണോ കുറയ്ക്കണോ, നെന്മാറയിലെ പച്ചക്കറിക്ക് എന്ത് താങ്ങുവില കൊടുക്കണം. ചിലങ്ക ചുണ്ടുകൂർപ്പിച്ചു. അമ്മ വെറുതെ മൗലിയെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഇന്ന് ഞാൻ രാമായണം തുറന്ന പാടെ കിട്ടിയത് യുദ്ധകാന്ഡം. സുധയ്ക്ക് ചിരി വന്നു. നീ എന്തിനാടി യുദ്ധകാന്ഡം വായിച്ചത്? നിനക്ക് സീതാസ്വയംവരം വായിച്ചാൽ പോരായിരുന്നോ? ദേ, ചിലങ്കയ്ക്ക് ദേഷ്യം വന്നു. അമ്മ വളം വെച്ചോ? ഞാനൊന്നും പറയുന്നില്ല. വരുന്നുണ്ട് അമ്മയുടെ പൊന്നുമോൻ അത്താഴമുണ്ണാൻ. വച്ചു വിളമ്പിക്കൊടുത്തോ? മോര് വേണം, മെഴുക്കുപുരട്ടി വേണം, മീൻ കറുമുറാന്ന് മൊരിഞ്ഞിരിക്കണം. 100 കൂട്ടം ഓർഡറുകൾ വന്നായിരുന്നു. നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ, നീ വെച്ചു വിളമ്പി കൊടുക്കടി. അല്ല പിന്നെ. സുധ അഴയിൽ നിന്ന് തോർത്തു വലിച്ചെടുത്തു. അമ്മ പെട്ടെന്ന് കുളിച്ചിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് നീരാടാൻ നിൽക്കണം. അമ്മ കുളിക്കുന്ന സമയം കൊണ്ട് 3 ആനയെ കുളിപ്പിച്ചെടുക്കാം. നീ പോ പെണ്ണേ. സുധ തോർത്തുമായി പുറത്തേക്കിറങ്ങി. 6:30 കഴിഞ്ഞതേയുള്ളൂ. പക്ഷേ ഇരുട്ട് പടർന്നിരിക്കുന്നു. 10 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീടാണ് സുധയുടേത്. 2 മുറിയും അടുക്കളയും. വീടിൻ്റെ അതിരിൽ ഒരു ചെറിയ കുളം, അതിനടുത്ത് ഒരു കുളിപ്പുരയും. ഒരു നിമിഷം കൂടി ചിലങ്ക അങ്ങനെയിരുന്നു. പിന്നെ എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു. അടുപ്പത്ത് അരി തിളച്ചു തൂവുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നുറുക്കിയത് ഉപ്പിൽ വറ്റിച്ച് വച്ചിരിക്കുന്നു. ഇനി എണ്ണയിൽ വഴറ്റിയെടുത്താൽ മതി. താറാവിൻ മുട്ട ഇരിപ്പുണ്ട്. ചന്ദ്രമൗലിക്ക് ഓംലെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മുളകും സവാളയും ഒക്കെ ഇട്ട് വേണം. നത്തോലി മീൻ ഒരു സ്റ്റീൽ ബേസിനിൽ കിടക്കുന്നു. ആഹാ. ചിലങ്ക ഇരുകയും ഇടുപ്പിൽ കുത്തി ഒരു നിമിഷം അങ്ങനെ നിന്നു. അത് ശരി, മീനൊക്കെ അറബിക്കടലിൽ കിടന്ന് നീന്തുന്നതേയുള്ളൂ അല്ലേ? ചുമ്മാതല്ല സുധാമ്മ ഇപ്പം ഒരു കുളി പാസാക്കാൻ പോയത്. അരച്ചരച്ച് ചിലങ്ക മീനിനെ ഒന്ന് തൊട്ടു. പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഹോ, എന്നാ ബാഡ് സ്മെൽ. ചിലങ്ക കൈ കുടഞ്ഞു. പിന്നെ പതിയെ മീൻ വെട്ടാൻ തുടങ്ങി. നത്തോലി, നന്നെ, തേങ്ങ ചിരവിയിട്ട് മീൻപീര വയ്ക്കുന്നതും ചന്ദ്രമൗലിക്ക് ഇഷ്ടമാണ്. 10 മിനിറ്റ് കൊണ്ട് മീൻ വെട്ടിക്കഴുകി അരപ്പ് ചേർത്ത് അടുപ്പത്ത് വെച്ചു. തിരികെ വരാന്തയിലേക്ക് വന്നപ്പോഴും സുധ കുളി കഴിഞ്ഞു വന്നിട്ടില്ല. അമ്മേ. മുറ്റത്തെ ഇരുട്ടിലേക്ക് ഇറങ്ങി നിന്ന് ചിലങ്ക ഒന്നുറക്കെ വിളിച്ചു. അമ്മേ. എടി. കൂട്ടുകാരെ പോലെയാണ് സുധയും ചിലങ്കയും. എടി വരുന്നു. കുളിപ്പുരയിൽ നിന്ന് സുധയുടെ മറുപടി കേട്ടു. കുളിപ്പുരയുടെ വാതിൽ തുറന്ന് സുധ ഇറങ്ങുന്നത് ചിലങ്ക കണ്ടു. നനഞ്ഞ തുണി കൈത്തണ്ടയിൽ മടക്കിയിട്ടിട്ടുണ്ട്. സുധ പതിയെ നടന്ന് മകളുടെ മുൻപിലെത്തി. ചിലങ്ക അമ്മയെ അടിമുടി ഒന്ന് നോക്കി. എത്ര പേരെ കുളിപ്പിച്ചു? തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗുരുവായൂർ പത്മനാഭൻ, പാമ്പാടി രാജൻ. എല്ലാം ആനകളുടെ പേരാണ്. നീ പോടി പെണ്ണേ. സുധ മകളുടെ കവിളിൽ വാത്സല്യത്തിലൊന്ന് തട്ടി. എടി, മൗലി വിളിച്ചോ? ഓ, മുൻപ് വിളിക്കുന്നത് കണ്ടതല്ലേ, പിന്നെ വിളിച്ചില്ല. എപ്പം വരും അവൻ? ആ, ഇപ്പം വരുമായിരിക്കും. വരുന്ന വഴിക്ക് തല്ലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ. ചിലങ്ക പറഞ്ഞു നിർത്തും മുൻപ് റോഡിൽ ഒരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ദേ വന്നു. എത്ര മറച്ചു പിടിച്ചിട്ടും ചിലങ്കയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. കവിളിണകളിൽ ശോണിമ പടർന്നു. നെഞ്ചിനുള്ളിൽ ഒരു കുഞ്ഞു കൊള്ളിമീൻ ഇടംവലം വെച്ച് നീന്തുന്നു.
ജീപ്പിൽ നിന്ന് ചന്ദ്രമൗലി ഇറങ്ങുന്നത് കണ്ടു. കയ്യിൽ ഒരു കവറുണ്ട്. ഇരുട്ടിലൂടെ ചന്ദ്രമൗലി നടന്നു വരുന്നത് കണ്ടപ്പോൾ ചിലങ്കയുടെ ഹൃദയമിടിപ്പിന് വേഗം കൂടി. ചിലങ്കയുടെയും സുധയുടെയും മുന്നിലെത്തി മൗലി നിന്നു. ചിലങ്ക മുഖം കടുപ്പിച്ച് നിന്നതേയുള്ളൂ. എടി. ചിലങ്ക മുഖമുയർത്തിയില്ല. എടി. ചന്ദ്രമൗലി ഒന്നുകൂടി വിളിച്ചു. പിന്നെ തലതിരിച്ച് സുധയെ നോക്കി. ഇവളുടെ മുഖത്തിന് എന്തു പറ്റിയമ്മേ? അവളുടെ മുഖത്ത് കടന്നൽ കുത്തി. സുധ ചിരിയോടെ പറഞ്ഞു, പാവം കടന്നൽ, അതിൻ്റെ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടാവും. ചന്ദ്രമൗലി ചിരിച്ചു. പിന്നെ കയ്യിലിരുന്ന കവർ സുധയ്ക്ക് നേരെ നീട്ടി. ഇന്നമ്മേ ചൂട് വാഴയ്ക്കപ്പം, പിന്നെ ഉണ്ണിയപ്പവും ചക്ക ഉപ്പേരിയും. എല്ലാം ചിലങ്കയുടെ പ്രിയപ്പെട്ട പലഹാരങ്ങളാണ്. സുധ കൈ നീട്ടും മുൻപ് ചിലങ്ക കൈ നീട്ടി കവർ പിടിച്ചെടുത്തു. അയ്യടാ, വാഴയ്ക്ക. അമ്മയ്ക്ക് പലഹാരം കൊടുക്കാൻ ഒരു മോൻ വന്നിരിക്കുന്നു. സുധ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ചിലങ്ക ചന്ദ്രമൗലിയുടെ കൈമുട്ടിന് മുകളിലൂടെ ചുറ്റിപ്പിടിച്ചു. പിന്നെ ചുമലിന് താഴെ അമർത്തിയൊന്നും കടിച്ചു. അയ്യോ പട്ടി. ചന്ദ്രമൗലി പുളഞ്ഞുപോയി. എന്തൊരു മൂർച്ചയടി നിന്റെ പല്ലിന്. കണക്കായിപ്പോയി. ചിലങ്ക കുലുങ്ങിച്ചിരിച്ചു. ഞാൻ ആരെയെങ്കിലും നോക്കിയാൽ കുറ്റം, ആരെങ്കിലും എന്നെ നോക്കിയാൽ കുറ്റം. ഇങ്ങനുണ്ടോ പൊസസീവ്നെസ്? സ്വാർത്ഥ ഭീകരൻ. ഭീകരൻ നിന്റെ തന്ത. ദേ ഭിത്തിയിലിരിക്കുന്നു അമ്മായിയപ്പൻ. ചിലങ്ക തലതിരിച്ച് ഭിത്തിയിലേക്ക് നോക്കി. ഭിത്തിയിൽ അശോകൻ്റെ ഒരു ചില്ലിട്ട ചിത്രമുണ്ടായിരുന്നു. എൻ്റെ പാവം അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. നിന്ന് കിണങ്ങാതെ നീ പെട്ടെന്ന് ചോറെടുക്കടി. ഊണ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉള്ളതാ. അർജൻറ്റ് അടിപിടി എന്ന് പറഞ്ഞാൽ മതി. ചിലങ്ക വീട്ടിലേക്ക് കയറി. വീടിൻ്റെ വരാന്തയിൽ നിന്ന് ചന്ദ്രമൗലി താഴേക്ക് നോക്കി. ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന കൂറ്റൻ ടോറസ് ലോറികളുടെ വെളിച്ചവും ഇരമ്പലും കേൾക്കാം. ഊണ് റെഡി. അകമുറിയുടെ വാതിൽക്കൽ നിന്ന് ചിലങ്കയുടെ ശബ്ദം കേട്ടു. ചന്ദ്രമൗലി തിരിഞ്ഞ് അകത്തേക്ക് വന്നു. പിന്നെ ഊണുമേശയ്ക്ക് പിന്നിലേക്ക് ഇരുന്നു. കൈ കഴുകുന്ന ശീലം പിന്നെ പണ്ടേയില്ലല്ലോ. ചിലങ്ക ചന്ദ്രമൗലിയുടെ മുന്നിലെ പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി. ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടിയെടുത്ത് നാവിൽ വച്ചിട്ട് ചന്ദ്രമൗലി നെറ്റിച്ചുളിച്ച് ചിലങ്കയെ ഒന്ന് നോക്കി. നിനക്ക് സ്വന്തമായി കടലുണ്ടോടി? കുടലോ? കുടലല്ല, കടൽ. ഈ മെഴുക്കുപുരട്ടിയുടെ ഒടുക്കത്തെ ഉപ്പ് കണ്ടിട്ട് ചോദിച്ചതാ. ചന്ദ്രമൗലി സാമ്പാറെടുത്ത് ചോറിലേക്കൊഴിച്ചു. ഈ രസം കൊള്ളാം. അത് സാമ്പാറാടാ. ചിലങ്കയ്ക്ക് ദേഷ്യം വന്നു. ഒരു വലിയ തമാശക്കാരൻ. വേഗത്തിൽ ഊണ് കഴിഞ്ഞ് ചന്ദ്രമൗലി എണീറ്റു. നാളെയുണ്ടോ നിനക്ക് റോഡിന് ജാം തേക്കൽ പരിപാടി? ചന്ദ്രമൗലി ചിലങ്കയെ നോക്കി. ഇയാൾ കളിയാക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് തന്നെയാ റോഡിന് ടാറിടുന്നത്. ഓ. ചന്ദ്രമൗലി മുറ്റത്തേക്കിറങ്ങി. ടോർച്ചുമായി പിന്നാലെ ചിലങ്കയും ഇറങ്ങി. ജീപ്പിനടുത്തു വരെ ഞാൻ വെട്ടം കാണിച്ചു തരാം. മിനിഞ്ഞാന്ന് ഞാൻ ഒരു പാമ്പിനെ കണ്ടായിരുന്നു, ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത്. ഇഴഞ്ഞിഴഞ്ഞ് പാമ്പ് പിന്നെ എണീറ്റ് കയ്യും വീശി നെഞ്ചും വിരിച്ചു പോവുമോടി. ചന്ദ്രമൗലിക്ക് ചിരി വന്നു. ഇരുട്ടിൽ ജീപ്പ് കിടക്കുന്നത് ദൂരെ കാണാമായിരുന്നു. നീ ഇങ്ങനെ മുട്ടിയുരുമ്മി പിന്നാലെ വരുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എനിക്കറിയാം. ചന്ദ്രമൗലി ചിലങ്കയെ നോക്കി. എന്താ, ഒരു ഉമ്മ കിട്ടും എന്ന് കരുതിയല്ലേ? ഉമ്മയല്ല വാപ്പ. പോ അവിടുന്ന്. ചിലങ്കയ്ക്ക് ഒരേ സമയം ദേഷ്യവും നാണവും വന്നു. ജീപ്പിനടുത്തെത്തി ചന്ദ്രമൗലി നിന്നു. പോട്ടേടി, നിനക്ക് കാശ് വല്ലതും വേണോ? വേണ്ട. ചിലങ്ക ചുമൽ കൂച്ചി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിയാൾ അറവുകാട്ടെ ഗുണ്ടാപ്പണി നിർത്തി വേറെന്തെങ്കിലും ജോലി ചെയ്തു തുടങ്ങുന്നുവോ അന്ന് മതി എനിക്ക് ഒരു ഒറ്റ രൂപ തൊട്ടെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന്. ദൃഢമായിരുന്നു ചിലങ്കയുടെ സ്വരം. ചന്ദ്രമൗലി ചിലങ്കയെ നോക്കി ഒരു നിമിഷം നിന്നു. പിന്നെ തിരിഞ്ഞു. ജീപ്പിൻ്റെ ഫുഡ് റെസ്റ്റിലേക്ക് ചന്ദ്രമൗലി കാലെടുത്തു വെച്ചതും ഒരു ടോർച്ചിൽ നിന്നുള്ള തീഷ്ണതയേറിയ പ്രകാശം വന്ന് മുഖത്ത് വീണു. ആരുടെ നായിൻ്റെ മോനെ അത്? ഇരുട്ടിൽ നിന്ന് ഒരു ചോദ്യം കേട്ടു. നിന്റെ തന്തയാടാ നായിൻ്റെ മോനെ. അതേ ഈണത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് ചന്ദ്രമൗലി തിരിഞ്ഞു. ചിലങ്ക വിറച്ചുപോയി. ഇരുട്ടിൽ നിന്ന് 4-5 ചെറുപ്പക്കാർ ജീപ്പിൻ്റെ മുന്നിലേക്ക് വന്നു. ഞങ്ങളീ നാട്ടുകാരാ. മുന്നിൽ നിന്ന ചെറുപ്പക്കാരൻ ചിലങ്കയെ ഒന്ന് നോക്കിയിട്ടാണ് ചന്ദ്രമൗലിക്ക് നേരെ തിരിഞ്ഞത്. ഞാൻ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നതാ. പേര് അന്യഗ്രഹജീവി. ചന്ദ്രമൗലി ഷർട്ടിൻ്റെ കോളർ ഒന്ന് പിടിച്ച് പിന്നിലേക്കിട്ടു. പിന്നെ ചെറുപ്പക്കാരനെ അടിമുടി നോക്കി. സദാചാര പോലീസാ അല്ലയോ? ചന്ദ്രമൗലിയുടെ കണ്ണുകളൊന്നും മിന്നി. നിനക്കൊക്കെ എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ചന്ദ്രമൗലി. ദേ ഈ നിൽക്കുന്നത് ചിലങ്ക. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. ഞങ്ങൾ തമ്മിൽ ഒടുക്കത്തെ പ്രണയമാ. സദാചാര പോലീസ് ഏമാന്മാർക്ക് എനി പ്രോബ്ലം? ചെറുപ്പക്കാരുടെ നേതാവിൻ്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം ചന്ദ്രമൗലി കേട്ടു. മോനെ, പല്ലുകടിയാ? ചന്ദ്രമൗലി ചെറുപ്പക്കാരനെ നോക്കി. നിന്നെ എനിക്കറിയാം. കോഴിക്കട യൂസഫ്, വാപ്പയുടെ 2ാം ഭാര്യയുടെ മകളെ കയറി പിടിച്ചതിന് 6 മാസം ജയിലിൽ കിടന്നവൻ. പിന്നെ ഈ താടിക്കാരൻ ഗോപാലകൃഷ്ണൻ,
കേരളത്തിലെ ഏതാണ്ട് എല്ലാ ബസ് സ്റ്റോപ്പിൽ നിന്നും ഇടിമേടിച്ച് റെക്കോർഡ് ഇട്ടിട്ടുള്ളവനാ പെൺപിള്ളേരുടെ വായിൽ നോക്കിയതിന്. മൗലി, കോഴിക്കട യൂസഫിൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. അളിയ, നീ ഇങ്ങനെ പല്ല് കടിച്ച് പൊട്ടിക്കാതെ. ചന്ദ്രമൗലി ചിരിച്ചു. റൂട്ട് കനാലിനൊക്കെ എന്നാ കാശാണെന്നറിയാമോ? പല്ല് പോയാൽ പോയി, കേട്ടിട്ടില്ലേ? പല്ലുള്ളപ്പം പല്ലിൻ്റെ വില അറിയത്തില്ലെന്ന്. അടുത്ത നിമിഷം ചന്ദ്രമൗലിയുടെ മുഖം മാറി. സദാചാര പോലീസ് മറ്റവന്മാരോട് ഒരു കാര്യം കൃത്യമായി പറഞ്ഞേക്കാം. മോനെ, നീയൊക്കെ ആദ്യം നിൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം നേരെയാക്ക്. അത് കഴിഞ്ഞു മതി അന്തിക്കുരാപ്പിന് ആണും പെണ്ണും സംസാരിക്കുന്നത് കണ്ടുപിടിക്കാൻ സദാചാരത്തിൻ്റെ ടോർച്ചും കൊണ്ടിറങ്ങുന്നത്. ചന്ദ്രമൗലി ഒന്ന് നിർത്തി. മംഗലാപുരത്തെ ബിയർ പബ്ബിൽ നിന്ന് തുടങ്ങിയ സൂക്കേടാ ഇത്. ഇപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ കേരളത്തിൽ സദാചാര നായിൻ്റെ മക്കള്. ചന്ദ്രമൗലി തിരിഞ്ഞ് ചിലങ്കയെ നോക്കി. നീ വീട്ടിൽ പോയിക്കോടി, ഇവിടെ അടിയൊന്നും നടക്കത്തില്ല. ഇത്രയും പേരെ ഒന്നിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല ഈ ജീപ്പിൽ. പിന്നൊരു കാര്യം, ചന്ദ്രമൗലി ഒന്ന് നിർത്തി. നല്ല ഹീലുള്ള ഒരു ചെരുപ്പ് മേടിച്ച് കാലിലിട്ടോണം. ഇത്ര ഞരമ്പുകളുടെ മുഖമടച്ചു കൊടുക്കാനാ. കോഴിക്കട യൂസഫിനെയും കൂട്ടരെയും പുച്ഛത്തിലൊന്ന് നോക്കിയിട്ട് ചിലങ്ക തിരിഞ്ഞു നടന്നു. ചന്ദ്രമൗലി പതിയെ ജീപ്പിന് നേരെ തിരിഞ്ഞു. അളിയന്മാരെ, ഞാൻ പോയിക്കോട്ടെ. അടുത്ത വ്യാഴാഴ്ച വീണ്ടും വരും. അന്നേരം കാണാം. ഇത് കളി വേറെയാ മച്ചമ്പി. മറുപടി കാത്തു നിൽക്കാതെ ചന്ദ്രമൗലി ജീപ്പിലേക്ക് കയറി. പിന്നെ സ്വിച്ച് കീ തിരിച്ചു. ഒരു മുരൾച്ചയോടെ ജീപ്പ് മുന്നോട്ട് പോയി. പോക്കറ്റിൽ വൈബ്രേറ്റർ മോഡലിൽ കിടന്ന് ഫോൺ ഇരുമ്പുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലി ഫോൺ എടുത്തു. അറവുകാട് ശിവശങ്കരനാണ്. അച്ഛാ. ചന്ദ്രമൗലി ധൃതിയിൽ ഫോൺ കാതോട് ചേർത്തു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ശിവശങ്കരൻ ഫോണിൽ വിളിക്കൂ. നീ നിന്റെ പെണ്ണിനെ കണ്ടോടാ? ശിവശങ്കരൻ്റെ വാത്സല്യം തുളുമ്പുന്ന ചോദ്യം മറുവശത്തു നിന്ന് കേട്ടു. അത് അച്ഛാ, ഞാൻ. ചന്ദ്രമൗലി ഒന്ന് വിക്കി. നീ കിടന്ന് ഉരുളണ്ട. ഉണ്ണിമോള് എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. മൗലി. ശിവശങ്കരൻ്റെ സ്വരത്തിന് പെട്ടെന്നൊരു കനം വന്നു. ഇന്ന് രാത്രി കൃത്യം 11:30 നമ്മുടെ വീട്ടിൽ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്. എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ജയമോഹൻ തമ്പിയോടും വിജയചന്ദ്രനോടും സുപ്രിയയോടും സുചിത്രയോടും എല്ലാവരോടും. നീയും കാണണം ആ സമയം അവിടെ. എന്താ അച്ഛാ? ചന്ദ്രമൗലിക്ക് ഒരു ആപത്ശങ്ക തോന്നി. അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം ജയേട്ടനോട് ചോദിക്കരുത്. ജയമോഹൻ തമ്പിയുടെ കാറിൽ ഒരു ഗർഭിണിയുടെ ജഡം കണ്ട വിവരം ചന്ദ്രമൗലി ശിവശങ്കരനോട് പറഞ്ഞിരുന്നു. നീ വാ മൗലി. ശിവശങ്കരൻ്റെ സ്വരം കെടുത്തു. ഒരു യുദ്ധവിളംബരമാ എനിക്ക് നടത്താനുള്ളത്. ഒരു കൊടുങ്കാറ്റിൻ്റെ കെട്ടാണ് ഞാൻ അഴിച്ചുവിടാൻ പോകുന്നത്. ആകാശം അപ്പാടെ ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നെന്ന് വരും. അച്ഛാ, നീ വാ മൗലി. ബാക്കി നേരിൽ. ഫോൺ കട്ടായി. മഴ ചാഞ്ഞു പെയ്തുകൊണ്ടിരുന്നു. കാറ്റിൽ മാമ്പഴങ്ങൾ തുരുതുര വീഴുന്ന ശബ്ദം കേൾക്കാം. ഔട്ട് ഹൗസിൻ്റെ വരാന്തയിൽ പൂപ്പതി രാമണ്ണ നിൽപ്പുണ്ടായിരുന്നു. പിന്നിൽ മക്കളായ കാർത്തികേയനും വീരബാഹുവും. അതിനു പിന്നിൽ മാനേജർ സഹസ്രനാമം. തോട്ടത്തിന് നടുവിൽ 2 തീപ്പെട്ടുകൾ മിന്നി. ഒരു ടാറ്റാ വാൻ മഴയ്ക്ക് താഴെ കൂടി ചീറി വന്നു. വണ്ടി വട്ടം തിരിഞ്ഞ് ഗസ്റ്റ് ഹൗസിന് സമാന്തരമായി നിന്നു. ഡോർ തുറന്നു. കറുത്ത ഹാഫ് ഷൂസ് ഇട്ട ഒരു കാൽ പരന്നൊഴുകുന്ന മഴവെള്ളത്തിലേക്ക് വന്നമർന്നു. അതിനു പിന്നാലെ മഴയിലേക്ക് ഒരു തടിച്ച ശരീരം ഉയർന്നു വന്നു. ദ്രാവിഡമണി. പൂപ്പതി രാമണ്ണിയുടെ കാതിലെ പച്ചക്കടുക്കനുകൾ ഒന്ന് മിന്നി. 45 വയസ്സ് വരും ദ്രാവിഡമണിക്ക്. നന്നെ തടിച്ച ശരീരം, തുടുത്ത കവിളുകൾ, ഇരട്ട ചുഴിയുള്ള താടി, ചെമ്പൻ നിറത്തിൽ കൃഷ്ണമണികളുള്ള ചെറിയ കണ്ണുകൾ. കട്ടിമീശയുടെ അഗ്രം ചെറുതായി പിരിച്ചു വച്ചിരിക്കുന്നു. മഴയിലൂടെ ദ്രാവിഡമണി പൂപ്പതി രാമണ്ണയുടെ നേരെ വന്നു. ഒരു നിമിഷം മുഖാമുഖം നോക്കി അവർ നിന്നു. ചന്ദ്രമൗലി. ദ്രാവിഡമണി ഒന്ന് ചിരിച്ചു. ഉറക്കം തരുന്നില്ല അവനല്ലേ? എന്തായി കാർത്തി? നാദാപുരം ടീമിനെ ഇറക്കിയിട്ട്. ദ്രാവിഡമണി തലതിരിച്ച് കാർത്തികേയനെ നോക്കി. കാർത്തികേയൻ്റെ തല താണു. 5 മിനിറ്റിനുള്ളിൽ കോപ്പർ ഔട്ട് അല്ലേ? ചെമ്പു തെളിഞ്ഞു. ഗുണ്ടകളുടെ. ദ്രാവിഡമണി ഇടതു കൈയുടെ തള്ളവിരൽ കൊണ്ട് മീശയുടെ തുമ്പ് ഒന്നുയർത്തി. ചന്ദ്രമൗലിയുടെ പിൻ നമ്പർ എനിക്ക് കിട്ടി. അവൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ പോവുക. മാമ്പഴത്തോട്ടത്തിന് നടുവിൽ നിന്ന് ഒരു ഇരമ്പൽ കൂടി കേട്ടു. പൂപ്പതി രാമണ്ണയുടെയും കൂട്ടരുടെയും നെറ്റി ചുളിഞ്ഞു. മുറ്റത്തേക്ക് വന്നു നിന്നത് ഒരു ടിപ്പർ ലോറിയായിരുന്നു. പെട്ടിയിൽ നനഞ്ഞ മണൽ നിറഞ്ഞ ലോറി. ലോറിക്കുള്ളിലെ നനഞ്ഞ മണലിൽ നിന്ന് മഴയിലേക്ക് വെള്ളം വിറ്റു വീഴുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലിക്കുള്ള വണ്ടിയാ. ഇടത് കൈയുടെ അണിവിരൽ ചെവിയിലിട്ട് കറക്കിക്കൊണ്ട് ദ്രാവിഡമണി പതിയെ ലോറിയുടെ നേരെ തിരിഞ്ഞു. അധ്യായം 5. ദ്രാവിഡമണിയുടെ മുഖത്തിന് നേർക്ക് നോക്കി നിൽക്കുകയായിരുന്നു പൂപ്പതി രാമണ്ണയും മക്കളും. ദ്രാവിഡമണിയുടെ ഒരു രീതി അവർക്കറിയാം. ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അയാൾക്ക് വേണ്ടി ഒരു ലോഡ് മണ്ണ്. എതിരാളിയെ വഴിയിൽ നിന്ന് പിടികൂടുക, ലോറിയിൽ മണ്ണിൽ താഴ്ത്തുക,
മണ്ണ് എവിടെയെങ്കിലും ഡംപ് ചെയ്യുക. ലോറിയുടെ ക്യാബിനിൽ നിന്ന് 4 ചെറുപ്പക്കാർ പുറത്തേക്ക് ചാടി. നീലവാറോട് കൂടിയ വള്ളിച്ചെരുപ്പുകളായിരുന്നു അവരുടെ കാലുകളിൽ. കാർത്തി ഇടതു കൈയുടെ അണിവിരൽ ചെവിയിലിട്ട് തിരിച്ചുകൊണ്ട് ദ്രാവിഡമണി തിരിഞ്ഞു. താമ്പരത്തു നിന്ന് വന്ന പിള്ളേരാ 4. അവർക്ക് ഏത് ചന്ദ്രമൗലി, എന്ത് ചന്ദ്രമൗലി? അവനെ പിടിച്ച് മണ്ണിൽ താഴ്ത്തിയിട്ട് ഈ ലോറി നേരെ പുതുനഗരത്തിലേക്ക് പോകും. അവിടെ നിന്ന് കൊല്ലംകോട്ടയ്ക്ക്. ഒന്നുകിൽ പുതുനഗരത്തിൽ, അല്ലെങ്കിൽ കൊല്ലങ്കോട്. പണ്ട് കൊല്ലങ്കോട് മഹാരാജാവ് തുടങ്ങിയ പേപ്പർ മില്ലിനുള്ളിൽ ചന്ദ്രമൗലിക്ക് അന്ത്യവിശ്രമം. രഘുപതി. ദ്രാവിഡമണി ലോറിയുടെ മുൻപിൽ മഴ നനഞ്ഞു നിന്ന ചെറുപ്പക്കാരിൽ ഒരാളെ നോക്കി. വണ്ടി തോട്ടത്തിലേക്ക് ഇട്ടേക്ക്. നാളെ പകൽ മുഴുവൻ നിങ്ങൾ ചന്ദ്രമൗലിയുടെ പിന്നാലെ ഉണ്ടാവണം, കേട്ടല്ലോ? രഘുപതിയും കൂടെ നിന്നവരും തല കുലുക്കിയിട്ട് തിരിഞ്ഞു. ലോറി സ്റ്റാർട്ടായി. പിന്നെ പതിയെ തിരിഞ്ഞ് മാമ്പഴത്തോട്ടത്തിലേക്ക് പോയി. രാമണ്ണ സാറേ. ദ്രാവിഡമണി തിരിഞ്ഞു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. സംഗതി കുറച്ച് രഹസ്യമാ. പിന്നെ ഇവിടെ നിങ്ങൾ അപ്പനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് പറയുക. എന്താ മണി? പൂപ്പതി രാമണ്ണയുടെ മിഴികൾ തിളങ്ങി. കോയമ്പത്തൂർ വഴിയാണ് ഞാൻ തിരിച്ചു വന്നത്. അമരാവതി റോഡിലൂടെ വരുമ്പം എൻ്റെ വണ്ടിയുടെ മുൻപിൽ ഒരു ബൈക്കുണ്ടായിരുന്നു. പൂപ്പതി രാമണ്ണയുടെയും മക്കളുടെയും മിഴികൾ ഇടുങ്ങി. എന്താണ് ദ്രാവിഡമണി പറഞ്ഞു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ആരായിരുന്നു മണി ബൈക്കിൽ? രാമണ്ണ ദ്രാവിഡമണിയെ നോക്കി. പറയാം. ഓടിച്ചിരുന്നത് ഒരു സുന്ദര കുട്ടപ്പൻ പയ്യൻ. പുറകിലിരുന്നത് മണി ഒന്നുകൂടി നിർത്തി. ഇവിടുത്തെ കുട്ടിയ ശരണ്യ. പൂപ്പതി രാമണ്ണ ഒന്നുലഞ്ഞു. കാർത്തികേയൻ്റെയും വീരബാഹുവിൻ്റെയും കണ്ണുകളിൽ ഒരു ചെറുമിന്നലിൻ്റെ തിളക്കം കാണാമായിരുന്നു. നിനക്കുറപ്പാണോ മണി? രാമണ്ണയുടെ കണ്ണുകൾ ഇടുങ്ങി. ഇവിടുത്തെ കൊച്ചിനെ പിന്നെ എനിക്കറിയാതെ വരുമോ രാമണ്ണ സാറേ? ഈ പ്രായത്തിൽ പിള്ളേർക്കുണ്ടാവുന്ന രോഗം തന്നെ ശരണ്യമോൾക്കും. പ്രേമം. കാർത്തി. രാമണ്ണ വെട്ടിത്തിരിഞ്ഞു. കോയമ്പത്തൂർക്ക് വിളിക്ക്. അവളോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയ്. എന്തിന്? ദ്രാവിഡമണി ചുമൽ കൂച്ചി. ശരണ്യമോള് അവിടെ തന്നെ പഠിക്കട്ടെ. നമുക്ക് വേണ്ടത് ആ പയ്യൻ്റെ വെയറബൌട്ട്സ് അല്ലേ? അതെടുക്കാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ്രാവിഡമണി പതിയെ ചെന്ന് പൂപ്പതി രാമണ്ണയുടെ ചുമലിൽ കൈവച്ചു. ഈ ലോകത്ത് അതിന് സ്വാതന്ത്ര്യമുള്ള ഒരേയൊരാൾ ദ്രാവിഡമണിയാണ്. മണി, എൻ്റെ ഒരേയൊരു മകളാണ് അവൾ. ഒരുപാട് പ്രതീക്ഷകളുണ്ട് എനിക്ക് അവളെപ്പറ്റി. സിവിൽ സർവീസിലുള്ള ഒരാളെ കൊണ്ട് അവളുടെ കല്യാണം നടക്കും. ദ്രാവിഡമണിയുടെ കണ്ണുകൾ ഒന്ന് മിന്നി. ആദ്യം ആ പയ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. കോയമ്പത്തൂർ ഹൈവേയിൽ എത്രയോ പേർ ബൈക്കിൽ ലോറി കയറി മരിക്കുന്നു രാമണ്ണ സാറേ. അല്ലെങ്കിൽ മണിയുടെ വക ഒരു ലോഡ് മണൽ ചെക്ക് പോസ്റ്റ് കടന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും. പൂപ്പതി രാമണ്ണയുടെ മുഖത്തെ ആശങ്ക അല്പം മാറി. ശരണ്യമോള് ഒന്നും അറിയരുത്. നിങ്ങൾ ചോദിക്കുകയും അരുത്. 3 പേരെയും നോക്കിയാണ് ദ്രാവിഡമണി അത് പറഞ്ഞത്. പൂപ്പതി രാമണ്ണയും മക്കളും തലകുലുക്കി. വലിയ തുള്ളികളുമായി ഒരു മഴ കൂടി താഴേക്ക് എരിച്ചു വന്നു. വട്ടം കറങ്ങി വന്ന കാറ്റിൽ നന്നേ പഴുത്ത മാമ്പഴങ്ങൾ തുരുതുര തറയിൽ വീഴുന്ന ശബ്ദം വീണ്ടും കേട്ടുതുടങ്ങി. അറവുകാട് ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് ചന്ദ്രമൗലി ബുള്ളറ്റ് ബൈക്ക് കയറ്റി നിർത്തുമ്പോൾ സമയം 10:30. ജയമോഹൻ തമ്പിയുടെ ഫോർച്യൂണർ വാൻ മുറ്റത്ത് കിടപ്പുണ്ട്. അതിന് പിന്നിലായി നെറുകയിൽ നീല ലൈറ്റ് പിടിപ്പിച്ച ഒരു തൂവെള്ള ടാറ്റ സഫാരി വാൻ. SP വിജയചന്ദ്രൻ്റെയാണ്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുപ്രിയ വരാന്തയിലേക്ക് വരുന്നത് ചന്ദ്രമൗലി കണ്ടു. അതിനു പിന്നാലെ സുചിത്ര. സുപ്രിയയ്ക്ക് പണ്ട് മുതലേ ചന്ദ്രമൗലിയെ ഇഷ്ടമല്ല. പക്ഷേ സുചിത്രയ്ക്ക് ചന്ദ്രമൗലിയോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഒരു കൂടപ്പിറപ്പിനോടുള്ള അതേ സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. പക്ഷേ ഉണ്ണിമായയുടെ അത്രയും പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം. ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ സുചിത്ര പിശുക്കിയാണ് എന്ന് ശിവശങ്കരനും രേവതിയും പറയാറുമുണ്ട്. ചന്ദ്രമൗലിയെ കണ്ട് സുപ്രിയയുടെ കണ്ണുകൾ ഒന്ന് ഇടുങ്ങി. എന്താടാ മൗലി, സുഖമല്ലേ? സുപ്രിയ ചന്ദ്രമൗലിയെ ഒന്ന് തുറച്ചു നോക്കി. സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചെറിയ ചതുരങ്ങൾ തുന്നിപ്പിടിപ്പിച്ച മുന്താണിയോട് കൂടിയ സാരിയായിരുന്നു സുപ്രിയയുടേത്. വെളിച്ചമടിച്ചപ്പോൾ സ്വർണ്ണ ചതുരങ്ങൾ സർപ്പങ്ങളുടെ ശൽക്കങ്ങൾ പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു. സുഖമാ? ചന്ദ്രമൗലി പുഞ്ചിരിയോടെ തലകുലുക്കി. അക്കച്ചിക്കോ? അതെ. സുപ്രിയ അത്ര രസമല്ലാത്ത മട്ടിൽ ഒന്ന് തലകുലുക്കി. നീ എന്താ ജയേട്ടനെ എന്തോ ചോദ്യം ചെയ്തു എന്ന് കേട്ടു. ഇല്ലക്ക, അങ്ങനൊന്നുമില്ല. ചന്ദ്രമൗലി തലവെട്ടിച്ചു. നീ ഇവിടെ വലിയ റൗഡിസമാണെന്നൊക്കെ ജയേട്ടൻ പറഞ്ഞു. വെറുതെ അച്ഛന് ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കരുത്, കേട്ടല്ലോ. ചന്ദ്രമൗലി മിണ്ടാതെ നിന്നതേയുള്ളൂ. ഈ ചേച്ചിക്ക് ഇതെന്തിൻ്റെ കുഴപ്പമാ? സുചിത്ര കുറ്റപ്പെടുത്തും മട്ടിൽ സുപ്രിയയെ നോക്കി. പിന്നെ ചന്ദ്രമൗലിക്ക് നേരെ തിരിഞ്ഞു. മൗലിക്ക് അത്താഴം വേണ്ടേ? കയറി വാ. നീ എന്തിനാ ഇങ്ങനെ അന്യനെ പോലെ മുറ്റത്ത് നിൽക്കുന്നത്? ഞാൻ കഴിച്ചു അക്കച്ചി. സുചിത്രയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചന്ദ്രമൗലി തിരിഞ്ഞു. ഔട്ട് ഹൗസിലെത്തി നനഞ്ഞ വേഷം മാറ്റി
ചാരനിറമുള്ള ടീഷർട്ടും കാവിമുണ്ടും ഉടുത്തു. കണ്ണാടിയിൽ നോക്കി വിരൽ കൊണ്ട് മുടി കോതിക്കൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. ഉണ്ണിമായയാണ്. അകത്തേക്ക് വരട്ടെ സാർ? കയറി വാടി. ഡി എന്നോ? ഉണ്ണിമായ അകത്തേക്ക് കയറി. പാവം ഉണ്ണിമോൾ. ഉണ്ണിമായ മുറിയിൽ കയറിയിട്ട് ചുറ്റുമൊന്നു നോക്കി. അയ്യോ, കൊണ്ടുവന്നില്ലേ മൗലി? എന്ത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കൂട്ടം വേണമെന്ന്. എന്താന്ന് പറയടി. കുന്തം. ഉണ്ണിമായയ്ക്ക് ദേഷ്യം വന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ വരുമ്പം എനിക്കൊരു ഷവർമ്മ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. പിന്നെ ഷവർമ്മ? ചന്ദ്രമൗലി ചിരിച്ചു. നിനക്ക് ഷവർമ്മ വാങ്ങിച്ചു തന്നിട്ട് വേണം കൊലപാതക ശ്രമത്തിന് പോലീസ് എന്നെ പിടിക്കാൻ. എടി, അതൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. നീ പോടാ. ഉണ്ണിമായ മുഖം വീർപ്പിച്ച് തിരിഞ്ഞു. അല്ലെങ്കിലും കാമുകിയെ കാണുമ്പം കവാത്ത് മറക്കുമല്ലോ. ചന്ദ്രമൗലി കൈ നീട്ടി ഉണ്ണിമായയുടെ കാതിൽ പിടിച്ചു. വലിയ സ്വർണ്ണ ജിമിക്ക് ഇടം വലം ഒന്നു വെട്ടി. നീയാണോടി അച്ഛനോട് ഞാൻ ചിലങ്കയുടെ വീട്ടിൽ പോയത് പറഞ്ഞത്? അതെ. ഉണ്ണിമായ തല അല്പം ചരിച്ച് ചന്ദ്രമൗലിയെ നോക്കി. ഇനിയും പലതും പറയും. കഴിഞ്ഞ മാസം നിന്നെ തിരക്കി ചിലങ്ക ചേച്ചി ഇവിടെ വന്നപ്പോൾ നീ കെട്ടിപ്പിടിച്ചതുവരെ പറയും. ചന്ദ്രമൗലി ചൂളിപ്പോയി. വൃത്തികേട് പറയുന്നോടി. ചന്ദ്രമൗലി ഉണ്ണിമായയുടെ കാതിലെ പിടി ഒന്നുകൂടി മുറുക്കി. വൃത്തികേടോ? വേദനയെടുത്തിട്ടും ഉണ്ണിമായ വീറ ഒട്ടും കുറച്ചില്ല. ചിലങ്കയുടെ നെറ്റിയിലിരുന്ന പൊട്ട് പിന്നെ നിന്റെ നെഞ്ചത്ത് എങ്ങനെ വന്നു പറയ്. ചന്ദ്രമൗലിയുടെ പിടിവിട്ടുപോയി. ഒരു നിമിഷത്തേക്ക് ചന്ദ്രമൗലിക്ക് ഉണ്ണിമായയുടെ മുഖത്ത് നോക്കാനായില്ല. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ചന്ദ്രമൗലി കിറ്റ്കാറ്റിന്റെ ഒരു ബാർ എടുത്തു. ഇന്നാടി. ഓ, കൈക്കൂലി. തട്ടിപ്പറിക്കും മട്ടിൽ ഉണ്ണിമായ അത് വാങ്ങി. ഞാൻ ആലോചിക്കട്ടെ രഹസ്യങ്ങൾ പരസ്യമാക്കണോ എന്ന്. ചന്ദ്രമൗലിയെ ഒന്നുകൂടി നോക്കിയിട്ട് ഉണ്ണിമായ മുറ്റത്തേക്കിറങ്ങി. ചാറ്റൽ മഴയിലൂടെ ഉണ്ണിമായ ഓടി ബംഗ്ലാവിന്റെ വരാന്തയിലെത്തുമ്പോഴും സുപ്രിയ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. കനത്ത ഭാവമായിരുന്നു സുപ്രിയയുടെ മുഖത്ത്. കിറ്റ്കാറ്റ്, മൗലി സ്പെഷ്യൽ. ഉണ്ണിമായ ചിരിച്ചുകൊണ്ട് കിറ്റ്കാറ്റിന്റെ ബാർ സുപ്രിയയെ ഉയർത്തിക്കാണിച്ചു. മൗലിയുടെ വക ഡെയിലി കോട്ടയാ. ഉണ്ണിമായ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അത്താഴം എടുത്ത പാത്രങ്ങൾ കഴുകിക്കൊണ്ട് രേവതി അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു. അരികെ സഹായിച്ചുകൊണ്ട് സുചിത്രയും. ഉണ്ണിമായ അടുക്കളയിൽ എത്തിയതിനു പിന്നാലെ സുപ്രിയയും എത്തി. രാത്രിയിലത്തെ ഈ മധുരം കഴിക്കൽ അത്ര നല്ലതല്ല കേട്ടോ. ഉണ്ണിമായയെ ഒന്ന് നോക്കിയിട്ട് അർത്ഥം വെച്ചാണ് സുപ്രിയ പറഞ്ഞത്. അതും ഈ പ്രായത്തിലുള്ള പെമ്പിള്ളേര്. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ നേരെ പറയേ പ്രിയേ. എന്തിനാ വെറുതെ കാടും പടർപ്പും തല്ലി സംസാരിക്കുന്നത്? രേവതി തിരിഞ്ഞ് മകളെ നോക്കി. പറയാനുള്ളത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. സുപ്രിയയുടെ മുഖം കനത്തു. ഞാൻ നോക്കിയപ്പോൾ ഇവൾ അവൻ്റെ ഔട്ട് ഹൗസിൽ നിന്ന് ചിരിച്ചുകുഴഞ്ഞ് ഓടി വരുന്നത് കണ്ടു. അന്യനായ ഒരു പുരുഷന്റെ മുറിയിൽ ഇവൾക്ക് എന്താ രാത്രിയിൽ കാര്യം? അന്യനായ പുരുഷനോ? അതാരാ? രേവതി അറിയാത്ത മട്ടിൽ സുപ്രിയയെ നോക്കി. അമ്മ എന്താ പൊട്ടിക്കളിക്കുക? സുപ്രിയയ്ക്ക് ദേഷ്യം വന്നു. ചന്ദ്രമൗലിയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്. അവനെന്താ അന്യനല്ലേ? അടുക്കളപ്പുറത്ത് ഇരുത്തി ചോറ് കൊടുക്കേണ്ടവനെ എടുത്ത് അകത്തിരുത്തിയിട്ട് നീ നിന്റെ പ്രശ്നം പറയടി. നേരവും കാലവും നോക്കാതെ ഇവൾ അവൻ്റെ മുറിയിൽ പോകുന്നത് എന്തിനാ? പ്രായം തികഞ്ഞ ഒരു പെണ്ണല്ലേ ഇവള്. നമുക്ക് ഏതാ എന്താ എങ്ങനത്തെ ചോരയാ എന്നറിയാൻ വയ്യാത്ത ഒരുത്തനാ അവൻ. നാളെ അവൻ ഇവളെ എന്തെങ്കിലും ചെയ്താൽ? നിർത്തടി. രേവതിയുടെ മിഴികൾ എരിഞ്ഞു. വൃത്തികേട് പറയുന്നോ? ഇനിയൊരക്ഷരം കൂടി നിന്റെ വായിൽ നിന്ന് വന്നാൽ ദേ എച്ചിൽ പാത്രം കഴുകിയ ഈ കൈകൊണ്ട് നിന്റെ മുഖമടച്ച് ഞാനൊരെണ്ണം തരും. കുശുമ്പും കുറ്റവും മാത്രം പറയുന്ന നിന്റെ ഈ വിഷനാക്ക് മുറിഞ്ഞ് താഴെ കിടക്കും. കണ്ണോടി നിനക്ക്. സുപ്രിയയും സുചിത്രയും ഉണ്ണിമായയും വിറച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മയെ അവർ ഇത്രയും ശോഭിച്ചു കണ്ടത്. ഞാനെൻ്റെ കൂടപ്പിറപ്പിനോടുള്ള ഉത്തരവാദിത്തം. സുപ്രിയ ചതഞ്ഞ സ്വരത്തിൽ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. കൂടപ്പിറപ്പിനോടുള്ള ഉത്തരവാദിത്തം. രേവതിയുടെ ചുണ്ടിൽ നിന്നാഗർഭമായ ഒരു ചിരിയുണ്ടായി. ഓണത്തിനും വിഷുവിനും വന്ന് ഉണ്ണിമോൾക്ക് സുഖമാണോടി എന്ന് ഒഴുക്കൻ മട്ടിൽ ചോദിച്ചിട്ട് പോകുന്നതാണോടി കൂടപ്പിറപ്പിനോടുള്ള ഉത്തരവാദിത്തം? രേവതിയുടെ സ്വരത്തിൽ ഒരു കിതപ്പുണ്ടായി. എന്നാൽ കേട്ടോ, മൗലി അങ്ങനെയല്ല. വെളുപ്പിന് അലാറം വെച്ച് അവൻ ഇവളെ വിളിച്ചുണർത്തും. ഇവള് പഠിക്കുമ്പോൾ ഉറങ്ങാതെ കാവലിരിക്കും. സ്കൂളിലും ട്യൂഷൻ സെൻ്ററിലും കൊണ്ടുവിടും. തിരിച്ചു കൊണ്ടുവരും. അവൻ ഇവളുടെ കാലിലെ നഖം വെട്ടിക്കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മുടി ചീകി കെട്ടിക്കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട്. മൗലിയുടെ ഷർട്ടുകൾ അലക്കുന്നതും അയൺ ചെയ്തു കൊടുക്കുന്നതുമൊക്കെ ഉണ്ണിമോള. എന്നും അവൻ്റെ ബൈക്ക് തൂത്തു തുടച്ചു കൊടുക്കുന്നതും അവളാ. അവന് ഒരു പനി വന്നാൽ അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്നതും അവളാ. അതാണടി കൂടപ്പിറപ്പുകൾക്കിടയിലെ സ്നേഹം. രേവതി ഒന്ന് നിർത്തിയിട്ട് മകളെ തുറച്ചു നോക്കി. വായുവിൽ അലിഞ്ഞു ചേർന്ന കർപ്പൂരഗന്ധം പോലെ ചില നല്ല ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രിയേ. അത് കാണണമെങ്കിൽ മനുഷ്യൻ്റെ കണ്ണു വേണം.
മനുഷ്യൻ്റെ മുഖത്ത് ദുർമന്ത്രവാദിനിയുടെയും പിശാചിൻ്റെയും കണ്ണൊട്ടിച്ചു വെച്ച് നടക്കുന്നവർക്ക് അത് കാണാൻ പറ്റില്ല. ഒരൊറ്റ കാര്യത്തിലേ എനിക്ക് അതിശയമുള്ളൂ. എൻ്റെ വയറ്റിൽ പിറന്ന നിനക്കെങ്ങനെ ഇത്തരമൊരു മനസ്സ് കിട്ടിയെന്ന്. ഞാൻ കണ്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. കൂടുതൽ കനത്ത മുഖത്തോടെ സുപ്രിയ തിരിഞ്ഞു. മൗലിയെ പറഞ്ഞതിന് അമ്മ ഇങ്ങനെ ആവേശം കൊള്ളണ്ട. ഒരു കാര്യം അമ്മ ഓർത്തോ? തല അല്പം ചിരിച്ച് സുപ്രിയ അമ്മയെ നോക്കി. നിങ്ങൾക്ക് ആൺമക്കളുടെ സ്ഥാനത്ത് എൻ്റെ ജയേട്ടനും ചിത്രയുടെ ഭർത്താവ് വിജയചന്ദ്രനുമുണ്ട്. അവരെ മറന്ന് നിങ്ങൾ വേറൊരാൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരിക്കുമെന്ന് ഒരിക്കൽ അമ്മ തിരിച്ചറിയും. 3 തരം നോക്കിക്കോ. ശാപം പോലെയായിരുന്നു സുപ്രിയയുടെ അവസാന വാചകം. അറവുകാട് ബംഗ്ലാവിൻ്റെ മുകൾ നിലയിൽ കുറച്ചേറെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ബാൽക്കണിയുണ്ട്. പല നിറങ്ങളിലുള്ള ചില്ലുകൊണ്ടാണ് മേൽക്കൂര. അതിന് താഴെയുണ്ടായിരുന്നു ജയമോഹൻ തമ്പിയും SP വിജയചന്ദ്രനും. ശിവശ്രീകലിൻ്റെ കുപ്പിയുടെ കഴുത്തിൽ പിടിച്ച് വിജയചന്ദ്രൻ 3ാമത്തെ പെഗ്ഗും ക്ലാസ്സിലേക്ക് പകരാൻ തുടങ്ങിയപ്പോൾ ജയമോഹൻ തമ്പി കൈയെടുത്ത് തടഞ്ഞു. മതി വിജയ, 2 ധാരാളം. ഒരു മുൻകരുതലിന് പൂശിയതാ. എന്നതാ കിളവൻ പറയാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ജയേട്ടന് ഒരു ഊഹവുമില്ലേ? വിജയചന്ദ്രൻ ജയമോഹൻ തമ്പിയുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. ജയമോഹൻ തമ്പി ചുമൽ കൂച്ചി. തൻ്റെ പോലീസ് ബുദ്ധിയിൽ വല്ലതും തെളിയുന്നുണ്ടോ? വിജയചന്ദ്രൻ ഒരു നിമിഷം ആലോചിച്ചു. ഇനി അവനെ, ചന്ദ്രമൗലി എന്ന നമ്മുടെ ഒടുക്കത്തെ തലവേദനയെ, അയാളുടെ അനന്തരാവകാശിയായിട്ട് വാഴിക്കാനോ മറ്റോ ആണോ? എങ്കിൽ ആ പട്ടിയെ ഈ നിമിഷം അയാളുടെ കൺമുൻപിൽ വെച്ച് ഞാൻ കൊല്ലും. ജയമോഹൻ തമ്പിയുടെ കവിൾത്തടങ്ങൾ വിറച്ചു. അത്തരം ഒരു ആപത്ശങ്ക ജയമോഹൻ തമ്പിക്കും തോന്നാതിരുന്നില്ല. 1-2 നിമിഷത്തേക്ക് 2 പേർക്കുമിടയിൽ നിശബ്ദതയായിരുന്നു. പെട്ടെന്ന് ഓർത്തതുപോലെ SP വിജയചന്ദ്രൻ മുഖമുയർത്തി ജയമോഹൻ തമ്പിയെ നോക്കി. ജയേട്ടൻ്റെ വയനാട്ടിലെ സെറ്റപ്പിനെ ദ്രാവിഡമണിയുടെ ആളുകൾ സേഫായി തന്നെ തമിഴ്നാട്ടിൽ കുഴിച്ചിട്ടല്ലോ അല്ലേ? ജയമോഹൻ തമ്പി മൂളി. തിരുമൂർത്തി ഹിൽസിൽ. അവളുടേതായി എന്തെങ്കിലും പ്രോപ്പർട്ടീസ്, മീൻസ് ചെരുപ്പ്, മാല, കുലുസ്, കമ്മൽ, അങ്ങനെ എന്തെങ്കിലും ജയേട്ടൻ്റെ കയ്യിലുണ്ടോ? ഒരു നിമിഷത്തേക്ക് ജയമോഹൻ തമ്പി പകച്ചുപോയി. ആ ചോദ്യത്തിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. അതെന്താ താൻ അങ്ങനെ ചോദിച്ചത്? ജയേട്ടൻ പറ, അവളുടേതായ എന്തെങ്കിലും സാധനമുണ്ടോ നമ്മുടെ കയ്യിൽ? ജയമോഹൻ തമ്പി ഒരു നിമിഷം ഒന്നാലോചിച്ചു. ഒരു പഴയ മൊബൈൽ ഫോണുണ്ട്. ഒരു ചാത്തൻ സാധനം. കിടന്ന് കിണികിണിന്ന് ബെല്ലടിക്കുമായിരുന്നു. ഞാനെടുത്ത് ഓഫാക്കി ഡാഷ്ബോർഡിലിട്ടു. എവിടെങ്കിലും എറിഞ്ഞു കളയണം എന്ന് കരുതിയതാ, മറന്നുപോയി. നന്നായി. വിജയചന്ദ്രൻ ചിരിച്ചു. ഞാൻ പോകുമ്പോൾ ജയേട്ടൻ അതിൻ്റെ കയ്യിൽ തന്നുവിട്ടേക്ക്. എന്തിനാ വിജയ തനിക്കത്? കാര്യമുണ്ട്. വിജയചന്ദ്രൻ ചിരിച്ചു. വഴിയെ പറയാം. ജയേട്ടാ. 2ാം നിലയിലെ വിശാലമായ ഹാളിൽ നിന്ന് സുപ്രിയയുടെ വിളി കേട്ടു. 2 ആളെയും അച്ഛൻ വിളിക്കുന്നു. ഉദ്വേഗത്തിൻ്റെ ഒരു അധികമിടിപ്പുണ്ടായി ജയമോഹൻ തമ്പിയുടെയും വിജയചന്ദ്രൻ്റെയും നെഞ്ചിനുള്ളിൽ. വാ. ജയമോഹൻ തമ്പി എണീറ്റു. സ്മെല്ലടിക്കുമോ കിളവന്? വിജയചന്ദ്രൻ സംശയത്തോടെ ജയമോഹൻ തമ്പിയെ നോക്കി. മണത്താലെന്താ? ഇത്ര പേടിക്കാൻ നമ്മുടെ സ്വന്തം തന്തയൊന്നുമല്ലല്ലോ. ജയമോഹൻ തമ്പി കണ്ണട ഒന്നുകൂടി മുഖത്തേക്ക് അമർത്തിവെച്ചു. ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും ഹാളിലെത്തുമ്പോൾ എല്ലാവരുമുണ്ട് അവിടെ. ഹാളിലെ വിശാലമായ സോഫയിൽ ചാരി അറവുകാട് ശിവശങ്കരൻ ഇരിക്കുന്നു. ഭർത്താവിന് പിന്നിൽ രേവതി നിൽപ്പുണ്ട്. സുപ്രിയയും സുചിത്രയും ഭിത്തിചാരി നിൽക്കുന്നു. ഉണ്ണിമായ തറയിൽ വിരിച്ച പരവതാനിക്ക് മീതെയിരുന്ന് TV ചാനലുകൾ മാറ്റി മാറ്റി നോക്കുകയാണ്. നിങ്ങളിരിക്ക്. ശിവശങ്കരൻ മരുമക്കളെ നോക്കി. ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും ശിവശങ്കരനെതിരെയുള്ള സോഫയിലേക്കിരുന്നു. അപ്പോഴാണ് പുറത്തേക്കുള്ള വാതിലിൽ ചാരി ചന്ദ്രമൗലി നിൽക്കുന്നത് അവർ കണ്ടത്. 2 പേരുടെയും മുഖമിരുണ്ടു. ജയനിപ്പോ നട്ടുപാതിരയ്ക്കാണോ വണ്ടി കഴുകുന്നത്? ഓർക്കാപ്പുറത്തായിരുന്നു ശിവശങ്കരൻ്റെ ചോദ്യം. ജയമോഹൻ തമ്പി കിടുങ്ങിപ്പോയി. ജയമോഹൻ തമ്പിക്കും വിജയചന്ദ്രനും ശിവശങ്കരനും ചന്ദ്രമൗലിക്കും ഒഴികെ വേറെ ആർക്കും ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ജയമോഹൻ തമ്പി എരിയും മട്ടിൽ ചന്ദ്രമൗലിയെ ഒന്ന് നോക്കി. അച്ഛൻ അടിയന്തരമായി വരാൻ പറഞ്ഞത്? SP വിജയചന്ദ്രൻ ശിവശങ്കരനെ നോക്കി. കണ്ണൂർ പോലുള്ള സ്ഥലത്തെ SP-യാ ഞാൻ. അവിടുന്ന് ഓടിപ്പിടിച്ച് എങ്ങോട്ട്? കണ്ണൂർ പോലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ നടക്കുന്നുണ്ടല്ലോ വിജയ. ശിവശങ്കരൻ ചിരിച്ചു. ആ ചെറുതാക്കൽ വിജയചന്ദ്രന് ഒട്ടും സുഖിച്ചില്ലെങ്കിലും ഒന്നും മിണ്ടിയില്ല. ഉണ്ണി. ശിവശങ്കരൻ മകളെ നോക്കി. TV ഓഫ് ചെയ്യ്. ഉണ്ണിമായ TV ഓഫ് ചെയ്ത് എഴുന്നേറ്റു. ശിവശങ്കരൻ എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേ വർഷമായി ഞാൻ എൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം. അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. ഇത്ര നാളും അതറിയാമായിരുന്നത് എൻ്റെ രേവതിക്ക് മാത്രം. അച്ഛാ,
ഒരു മിനിറ്റ്. SP വിജയചന്ദ്രൻ ഇടയ്ക്ക് കയറി. അച്ഛൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു വലിയ കുടുംബരഹസ്യമാ. അത് പറയുമ്പോൾ നമ്മൾ കുടുംബക്കാർ മാത്രം മതി ഇവിടെ. അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ, അതും ഒരു ക്രിമിനൽ, ഇവിടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. വൈരപ്പൊടി വീണതുപോലെ ശിവശങ്കരൻ്റെ കണ്ണുകൾ ഒന്നും മിന്നി. ജയ, നീ ചന്ദ്രമൗലിയെയാണ് ക്രിമിനൽ എന്ന് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മറുപടിയായി എനിക്ക് നിന്നോട് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. 2 വർഷം മുൻപ് പാലക്കാട് SP ആയിരിക്കുമ്പോൾ മലമ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നീ ഒരു പ്രതിയെ ഉരുട്ടിക്കൊന്നില്ലേ? ആ കേസിൽ CBI നിന്നെ അറസ്റ്റ് ചെയ്യുമോ? അതോ നീ വല പൊട്ടിച്ച് രക്ഷപ്പെടുമോ? അടിയേറ്റതുപോലെ വിജയചന്ദ്രൻ്റെ മുഖം വിളറിപ്പോയി. മൗലി ഇവിടെ നിൽക്കും, ഇവിടെ തന്നെ നിൽക്കും. അവൻ നിൽക്കുമ്പോൾ കേൾക്കാൻ സൗകര്യമുള്ളവർ കേട്ടാൽ മതി. ജയമോഹൻ തമ്പിയെയും സുപ്രിയയെയും കൂടി നോക്കിക്കൊണ്ടാണ് ശിവശങ്കരൻ അത് പറഞ്ഞത്. ആരും ഒന്നും മിണ്ടിയില്ല. ശിവശങ്കരൻ പതിയെ തിരിഞ്ഞു. 25 വർഷം മുൻപ് എനിക്ക് പറ്റിയ ഒരു പിഴവ്, ഒരു തെറ്റെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഒരുപക്ഷെ തെറ്റാവാം. പക്ഷേ രേവതി എന്നോട് ക്ഷമിച്ചോ, അവൾ ക്ഷമിച്ചോ എന്ന് മാത്രം നോക്കിയാൽ മതി എനിക്ക്. ചന്ദ്രമൗലി ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണുകൾ ശിവശങ്കരൻ്റെ മുഖത്തിന് നേരെയായിരുന്നു. ശിവശങ്കരൻ 1-2 തവണ ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് വലിച്ചെടുത്തു. പിന്നെ എല്ലാവരെയും നോക്കി. എനിക്ക് വേറെയൊരു ഭാര്യയും മകളുമുണ്ട്. ചന്ദ്രമൗലി ഉൾപ്പെടെ എല്ലാവരും നടുങ്ങി വിറച്ചുപോയി. എന്താ അച്ഛൻ എന്താ പറഞ്ഞത്? മഞ്ഞച്ചു പോയ കണ്ണുകൾ വലിച്ചു തുറന്ന് സുപ്രിയ അച്ഛനെ തുറച്ചു നോക്കി. നിന്റെ അമ്മയെപ്പോലെ മറ്റൊരു സ്ത്രീ കൂടി എൻ്റെ ജീവിതത്തിലുണ്ടെന്ന്, എൻ്റെ ഉണ്ണിമോളുടെ പ്രായത്തിൽ ഒരു മകളുമുണ്ടെന്ന്. തീർത്തും ശാന്തമായിരുന്നു ശിവശങ്കരൻ്റെ സ്വരം. അറബുകാട് ബംഗ്ലാവിനു മീതെ ഒരു ഇടിമിന്നൽ പൊളിഞ്ഞ് ചിതറിപ്പോയി. ആരാ അവര്? എവിടാ? മേലെണ്ണാക്കിൽ ഒട്ടിപ്പിടിച്ചതുപോലെയായിരുന്ന നാവ് വലിച്ചെടുത്ത് ജയമോഹൻ തമ്പി ശിവശങ്കരനെ നോക്കി. പറയാൻ ജയ, പരവേശപ്പെടാതെ. ശിവശങ്കരൻ പതിയെ തിരിഞ്ഞു. അധ്യായം 6. അച്ഛൻ തമാശ പറയുവാണോ? ജയമോഹൻ തമ്പിയുടെ ചോദ്യം ഒരു ഞരങ്ങൽ പോലെയായിരുന്നു. ശിവശങ്കരൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. കെട്ടിച്ചുവിട്ട പെൺപിള്ളേരെയും അവരുടെ ഭർത്താക്കന്മാരെയും കെട്ടുപ്രായമെത്തിയ പെങ്കൊച്ചിനെയും മുൻപിൽ വെച്ച് ഇത്തരമൊരു തമാശ പറയാൻ മാത്രമുള്ള ഓളം എൻ്റെ തലയ്ക്കകത്തില്ല. വിശ്വസിക്കാനാവാത്ത ഭാവത്തിൽ ശിവശങ്കരനെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു ചന്ദ്രമൗലി. രേവതി കുനിഞ്ഞ് മുഖം പൊത്തി വിതുമ്പി തുടങ്ങിയിരുന്നു. ഉണ്ണിമായ എല്ലാവരെയും പതറി നോക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ ചതിയായിപ്പോയി അച്ഛാ. SP വിജയചന്ദ്രൻ മുഖമുയർത്തി ശിവശങ്കരനെ നോക്കി. എന്താ വിജയ മോശമായത്? ശിവശങ്കരൻ്റേത് തീർത്തും ശാന്തമായ സ്വരമായിരുന്നു. എനിക്ക് വേറെ ഒരു ഭാര്യയും മകളുമുണ്ട് എന്ന് തുറന്നു പറഞ്ഞതാണോ? അതിലെവിടെ വിജയ മോശം? ഓരോരുത്തർ പെൺപിള്ളേരെ പറഞ്ഞു പറ്റിച്ച് ഗർഭിണിയാക്കിയിട്ട് ഒടുക്കം കഴുത്ത് ഞെരിച്ചു കൊന്ന് കൊക്കയിൽ തള്ളുന്നിടത്ത് ഞാനല്ലേ വിജയ മാന്യൻ? ചോദ്യം വിജയചന്ദ്രനോടായിരുന്നെങ്കിലും അത് ഒരു അമ്പുപോലെ ചെന്നു തറച്ചത് ജയമോഹൻ തമ്പിയുടെ നെഞ്ചിലായിരുന്നു. ഞാനിപ്പോൾ തുടരുന്ന ഒരു ബന്ധത്തെപ്പറ്റിയല്ല നിങ്ങളോട് പറഞ്ഞത്. 25 വർഷം മുൻപ് എനിക്കുണ്ടായ ഒരു പിഴവിനെപ്പറ്റിയാണ്. 17 വർഷമായിട്ട് ഞാനവരെ കണ്ടിട്ടില്ല. എവിടാണെന്ന് ഒരറിവുമില്ല എനിക്ക്. ആരാ ഈ അവര്? എന്താ ആ സ്ത്രീയുടെയും മകളുടെയും പേര്? സുപ്രിയ പതിയെ ധൈര്യമാർജിച്ചു കഴിഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ അച്ഛൻ എന്ത് തീരുമാനമെടുത്താലും അതിനെതിരെ നിൽക്കാൻ മനസ്സ് മുൻകൂറായി പാകപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവര് ശിവശങ്കരനൊന്ന് നിർത്തി. പിന്നെ രേവതിയുടെ അടുത്തേക്കിരുന്നു. അവരുടെ വിരലുകളിൽ മുറുകെ പിടിച്ചു. നീ എന്തിനാ കരയുന്നത്? ഇതെല്ലാം എത്രയോ വർഷം മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞു തീർത്ത കഥകളാ. ഒന്ന് നിർത്തിയിട്ട് ശിവശങ്കരൻ പതിയെ തലതിരിച്ച് മക്കളെയും മരുമക്കളെയും നോക്കി. ഒടുവിൽ ആ നോട്ടം ചന്ദ്രമൗലിയുടെ മുഖത്ത് തെറിച്ചു. ഉമാശങ്കരി എന്നായിരുന്നു അവളുടെ പേര്. 25 വർഷം മുൻപ് ഞാൻ അവളെ കാണുമ്പോൾ 18 വയസ്സാണ് അവൾക്ക് പ്രായം. കുടകിലെ കുശാനഗറിൽ വെച്ചാണ് കാണുന്നത്. കർപ്പൂരത്തിൻ്റെ പുകയടിച്ചതുപോലെ ശിവശങ്കരൻ്റെ കണ്ണുകൾ നീറുന്നുണ്ടായിരുന്നു. ഒരു ലോഡ് കാപ്പിക്കുരുവുമായി കുശാനഗറിൽ നിന്ന് വയനാട് വഴി കേരളത്തിലേക്കുള്ള യാത്ര. ഒറ്റയ്ക്കായിരുന്നു ലോറി ഓടിച്ചു വന്നത്. ഒരു നിമിഷത്തേക്ക് ഒന്ന് മയങ്ങിപ്പോയി. ഒരു അലർച്ച കേട്ട് കണ്ണു തുറന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ ലോറിയുടെ ചക്രങ്ങൾ ഒരാളുടെ നെഞ്ചിൽ കയറി നിൽക്കുകയായിരുന്നു. കുശാനഗറിലെ വേലുഭായി എന്നൊരു തമിഴനായിരുന്നു മരിച്ചത്. അയാൾക്ക് ഒരേയൊരു മകൾ, ഈ ഉമ്മ. 18 വയസ്സുള്ള ഒരു സുന്ദരി പെണ്ണ്. ഈ നശിച്ച ലോകത്ത് ഒറ്റയ്ക്കായാൽ ഇന്ന് മാത്രമല്ല അന്നുമുണ്ടായിരുന്നു ചെറ്റകളും ചെന്നായ്ക്കളും. ശിവശങ്കരൻ ഒന്ന് കിതച്ചു. കൂടെ കൂടെ ഉമ്മയെ കാണാൻ ഞാൻ പോവുമായിരുന്നു. അന്ന് പ്രിയമോൾക്ക് 2 വയസ്സാ. ചിത്ര രേവതിയുടെ വയറ്റിലുണ്ട്. കൂടിക്കാഴ്ചകൾ കൂടി വന്നപ്പോൾ ഉമ്മയോടുള്ള ഉത്തരവാദിത്വവും കൂടി. പക്ഷേ ചുറ്റുവട്ടത്തുള്ളവർക്ക് എൻ്റെ ഈ വരവും പോക്കും ഒട്ടും സഹിക്കുമായിരുന്നില്ല.
കുടകിലെ ഒരു സുന്ദരി പെണ്ണിൻ്റെ കാര്യത്തിൽ പരദേശിയായ ഒരു ലോറിക്കാരന് എന്ത് കാര്യം? മുറുമുറുക്കൽ കൂടി വന്നപ്പോൾ കുശാനഗറിലെ ബുദ്ധഭഗവാന്റെ മുൻപിൽ വെച്ച് ഞാൻ ഉമാശങ്കരിയുടെ കഴുത്തിൽ താലി കെട്ടി. രേവതി ഒന്ന് ഏങ്ങി. ശിവശങ്കരൻ ഭാര്യയുടെ ശിരസ് തൻ്റെ ചുമലിലേക്ക് ചേർത്ത് വെച്ചു. മറ്റൊരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഞങ്ങളുടെ അമ്മയുടെ മുഖത്ത് നോക്കാൻ അച്ഛൻ എങ്ങനെ ധൈര്യം വന്നു? എരിയുന്ന ചോദ്യമായിരുന്നു സുപ്രിയയുടേത്. ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് നീ വലിയ അവകാശമൊന്നും പറയണ്ട. ശിവശങ്കരൻ്റെ സ്വരം മാറി. ഞാൻ കഥ മുഴുവൻ പറയും, വേണമെങ്കിൽ മിണ്ടാതെ നിന്ന് കേട്ടോണം. ശിവശങ്കരൻ രേവതിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. എനിക്കും ഉമ്മയ്ക്കും ആദ്യമുണ്ടായത് ഒരു ആൺകുട്ടിയായിരുന്നു. സൂര്യനെപ്പോലെ തേജസ്സുള്ള ഒരാൺകുട്ടി. ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും അമ്പരപ്പോടെ പരസ്പരം ഒന്ന് നോക്കി. ബുദ്ധഭഗവാന്റെ ഭക്തിയായിരുന്ന ഉമ്മ അവന് സിദ്ധു എന്ന് പേരിട്ടു. സിദ്ധാർത്ഥൻ എന്നതിൻ്റെ ചുരുക്കപ്പേര്. അവന് 6 വയസ്സായപ്പോൾ ഒരു മകളും, പവിത്ര. ശിവശങ്കരനൊന്ന് നെടുവേർപ്പെട്ടു. മകൾക്ക് 2 വയസ്സുള്ളപ്പോൾ ഒരിക്കൽ ഞാൻ ഉമ്മയോട് ചോദിച്ചു, എന്നെങ്കിലും നീ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വരുമോ എന്ന്. നിറകണ്ണുകളോടെ ഒരു ചിരിയായിരുന്നു അതിനു മറുപടി. പിറ്റേന്ന് പതിവ് പോലെ ഉമ്മ എന്നെ യാത്രയാക്കി. ഞാനിവിടെ വന്നതിൻ്റെ പിറ്റേയാഴ്ച എനിക്കൊരു കത്ത് വന്നു. ഉമ്മയുടേതാണ്. ഒറ്റ വരി മാത്രം: പേടിക്കണ്ട, ഒരിക്കലും ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ വരില്ല. മക്കളെയും കൊണ്ട് ഒരിടത്തേക്ക് പോകുന്നുവെന്ന്. ഞാൻ കുശാനഗറിലെത്തി. പറഞ്ഞതുപോലെ ഉമ്മ പോയിക്കഴിഞ്ഞിരുന്നു. ആർക്കും അറിയില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഉമ്മ, എൻ്റെ മോൻ, മോള്, ഒരു സമ്പാദ്യവും അവർക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഭ്രാന്ത് പിടിച്ച് അലഞ്ഞ സമയമായിരുന്നു അത്. ശിവശങ്കരൻ്റെ കണ്ണുകളിൽ ഒരു നീർത്തുള്ളി തിളച്ചുകൊണ്ടിരുന്നു. 2 വർഷത്തിന് ശേഷം ഉമ്മയുടെ മറ്റൊരു കത്തുകൂടി വന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. എൻ്റെ മോൻ്റെ മരണം അറിയിച്ചുകൊണ്ടുള്ള കത്ത്. ശിവശങ്കരൻ്റെ മിഴികൾ നിറഞ്ഞു. രേവതി ഭർത്താവിൻ്റെ കയ്യിലൊന്ന് മുറുക്കി പിടിച്ചു. പുഴയിൽ വീണ് എൻ്റെ മകൻ മരിച്ച വാർത്ത പറഞ്ഞ ഒരു കത്ത്. ഇംഗ്ലണ്ടിലെ സീൽ നോക്കി. ആന്ധ്രയിലെ നീലൂർ എന്ന സ്ഥലം. തിരക്കിപ്പോയി ഞാൻ അവിടെ. എവിടുന്ന് കണ്ടുപിടിക്കാൻ? എൻ്റെ മകൻ മുങ്ങി മരിച്ച കടപ്പാസാഗർ എന്ന പുഴ മാത്രം കണ്ടു തിരിച്ചു പോന്നു. ശിവശങ്കരൻ്റെ തൊണ്ടക്കുഴിയിലിരുന്ന് ഒരു കരച്ചിൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് ഇന്നുവരെ ഉമ്മയെപ്പറ്റിയും എൻ്റെ മക്കളെപ്പറ്റിയും ഒരു വിവരവുമില്ല. കൃത്യം 15 വർഷമായിട്ട് ഒരു വിവരവും. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എനിക്കറിയില്ല. ശിവശങ്കരൻ ഒന്ന് നിർത്തി. മകൻ്റെ മരണം ഉറപ്പിച്ച് നീലൂരിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന രാത്രി ഉണ്ണിമോളെയും ചേർത്ത് പിടിച്ചു കിടന്ന രേവതിയുടെ കാലിൽ മുഖമമർത്തി ഞാൻ ഈ കഥ പറഞ്ഞു. ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമായിരുന്നു. ഇവളെ ചതിച്ചതിന് ദൈവം തന്ന ശിക്ഷയായിട്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ മരണം പോലും കണ്ടത്. മതി മതി ശിവേട്ട. രേവതി ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ചു. വാ, വന്നു കിടക്ക്. ഞാൻ പറഞ്ഞു നിർത്തട്ടേടി. പുകയുന്ന മിഴികൾ തിരിച്ച് ശിവശങ്കരൻ എല്ലാവരെയും നോക്കി. നിങ്ങൾ ചോദിക്കാറില്ലേ ചന്ദ്രമൗലിയോട് എനിക്കെന്താ ഇത്ര വാത്സല്യമെന്ന്? അവൻ എൻ്റെ രഹസ്യമകനാണ് എന്ന് പോലും നിങ്ങൾ അടക്കം പറഞ്ഞിട്ടില്ലേ? ഒന്നുമല്ല, അവനോട് എനിക്കുള്ള ഇഷ്ടത്തിന് പിന്നിൽ ഒരൊറ്റ കാരണമേയുള്ളൂ. ഒരേ ഒരു കാരണം. പുഴയിൽ മുങ്ങി മരിച്ചുപോയ എൻ്റെ മകന് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം. അതാ ഞാൻ മൗലിക്ക് കൊടുക്കുന്നത്. അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാം തീർന്നു. ജയമോഹൻ തമ്പി പകപ്പോടെ കണ്ണട ഒന്നുകൂടി മൂക്കിലേക്ക് അമർത്തി. ഒരു അവിഹിത ബന്ധത്തെ എത്ര നിസ്സാരമായാണ് അച്ഛൻ പറഞ്ഞു തീർത്തത്. ഹിതവും അവിഹിതവും ഒക്കെ തീരുമാനിക്കുന്നത് ആരാ ജയ? സമൂഹമല്ല, അറവുകാട് ശിവശങ്കരൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്. എൻ്റെ മനസാക്ഷിയാ. സമൂഹത്തിൻ്റെ മാന്യതയുടെ സർട്ടിഫിക്കറ്റൊന്നും എനിക്ക് വേണ്ട. മറ്റൊരു സ്ത്രീയിൽ എനിക്കൊരു മകളുണ്ട് എന്ന് തുറന്നു പറയാൻ കാണിച്ച ധൈര്യത്തിന് എൻ്റെ മനസാക്ഷി എനിക്കൊരു അംഗീകാരം തരും. അത് മതി എനിക്ക്. അച്ഛൻ വലിയ ധീരനാണ്, സമ്മതിച്ചു. അച്ഛന് സമൂഹത്തിൻ്റെ മാന്യതയും വേണ്ട. പക്ഷേ ഞങ്ങൾ മക്കൾക്ക് വേണമല്ലോ. സുപ്രിയ വീറോടെ ശിവശങ്കരനെ നോക്കി. നാളെ ഒരു കാലത്ത് ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഒരു തെണ്ടിച്ചി അവരുടെ പിഴച്ച മകളെയും കൊണ്ട് അവകാശം ചോദിച്ചു വന്നാൽ? പ്രിയേ, ശാന്തമായിരുന്നു ശിവശങ്കരൻ്റെ വിളി. 23-ാമത്തെ വയസ്സിൽ നിന്നെ ഞാൻ ജയമോഹൻ തമ്പിക്ക് കെട്ടിച്ചു കൊടുക്കുന്നതുവരെ ഇത്രയും വൃത്തികെട്ട ഭാഷകളും അഹങ്കാരവും ഒന്നും നിനക്കറിയില്ലായിരുന്നു. ഇതൊക്കെ നീ നിന്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണെങ്കിൽ അതവിടെ മതി. നിന്റെ വീട്ടിൽ എൻ്റെ മുൻപിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന പല്ലും കൊണ്ട് നീ തിരിച്ചു പോവില്ല. അച്ഛൻ്റെ ഭാവം കണ്ടാൽ തോന്നുമല്ലോ തെറ്റ് ചെയ്തത് ഞങ്ങളാണെന്ന്. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലറിയുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? വിജയചന്ദ്രൻ്റെ സ്വരമുയർന്നു. എൻ്റെ പെൺമക്കളെയല്ലേ വിജയ ഞാൻ നിങ്ങൾ 2 പേർക്കും കെട്ടിച്ചു തന്നത്? അവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കിയാൽ പോരെ നിങ്ങൾ? ശിവശങ്കരൻ തിരിഞ്ഞ് സുചിത്രയെ നോക്കി. നിനക്കൊന്നും ചോദിക്കാനില്ലേ എന്നോട്? ഒരു നിമിഷത്തേക്ക് സുചിത്ര മിണ്ടിയില്ല. പിന്നെ പതിയെ ശിവശങ്കരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി.
എന്തിനാ ഇപ്പോൾ ഇത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്? ഇത്രയും കാലം മറച്ചു വച്ചിട്ട്? പറയണമെന്ന് തോന്നി. ഇന്ന് രാത്രി ഇനി മരിച്ചാലും എനിക്ക് സമാധാനമായി മരിക്കാം. ശിവശങ്കരൻ ഒന്ന് തലകുലുക്കി. കഴിഞ്ഞ കുറേ രാത്രികളിലായി ഒരു സ്വപ്നം എന്നെ വേട്ടയാടുന്നുണ്ട്. കരിനീല നിറമുള്ള വെള്ളം നിറഞ്ഞ് പരന്നു കിടക്കുന്ന ഒരു പുഴക്കരയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്ന ഒരമ്മയും മകളും. അമ്മയ്ക്ക് ഉമയുടെ മുഖമാണ്. മകളുടെ മുഖം വ്യക്തമല്ല. പക്ഷേ അത് പവിത്രമോള. എനിക്കറിയാം, ഇത്രയും കാലം എവിടെയോ മറിഞ്ഞിരുന്നിട്ട് അവർ എന്നെ തേടി വരുന്നുണ്ട് എന്നൊരു തോന്നൽ. അല്ലെങ്കിൽ അവർ എൻ്റെ സാമീപ്യവും സംരക്ഷണവും ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ. അറവുകാട് ബംഗ്ലാവിൻ്റെ ഹാൾ ഒന്ന് പ്രകമ്പനം കൊണ്ടു. പുറത്ത് പെയ്തുകൊണ്ട് നിന്ന ചാറ്റൽ മഴ കനത്ത പെയ്ത്തായി മാറി. ഒരു നേരത്തെ ആഹാരത്തിനോ മരുന്നിനോ ഒരു ഉറക്കത്തിന് തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഏതെങ്കിലും അമ്മയും മകളും നിങ്ങളുടെ മുൻപിലെത്തിയാൽ അന്ന് ഞാനില്ലെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ ഓർക്കണം നിങ്ങൾ. കണ്ണും പൂട്ടി തള്ളിക്കളയരുത് അവരെ. ശത്രുവിനെപ്പോലെ തുരുത്തി ഓടിക്കുകയും അരുത്. ശിവശങ്കരൻ ഒന്ന് നിർത്തിയിട്ട് 3 പെൺമക്കളുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. നിങ്ങളുടെ അമ്മയെപ്പോലെ എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സ്ത്രീയാണ് അത്. നിങ്ങളുടെ ചോരയാണ് ആ പെൺകുട്ടി. നിങ്ങളുടെ കൂടെപ്പിറപ്പ്. ഉണ്ണിമോളേക്കാളും ഏറിയാൽ 1 വയസ്സ് കൂടുതലുണ്ടാവും, അത്രമാത്രം. ആരുമൊന്നും മിണ്ടിയില്ല. ശിവശങ്കരൻ തലയുയർത്തി ചന്ദ്രമൗലിയെ നോക്കി. മൗലി. 1-2 നിമിഷം ശിവശങ്കരൻ ചന്ദ്രമൗലിയെ നോക്കിത്തന്നെ ഇരുന്നു. 2 പേരുകളും നീ നിന്റെ മനസ്സിൽ കുറിച്ചിട്ടോ? ഉമാശങ്കരി, പവിത്ര. നിനക്ക് രേവതിയും ഉണ്ണിമോളും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കണം അവരും. കേട്ടല്ലോ? ചന്ദ്രമൗലി തലകുലുക്കി. അവൻ്റെ കണ്ണുകൾ തുളുമ്പിയിരുന്നു. എൻ്റെ കാലശേഷമാണ് ഉമയും എൻ്റെ മകളും തേടിപ്പിടിച്ച് ഈ നാട്ടിലെത്തുന്നതെങ്കിൽ നീ വേണം അവരെ സംരക്ഷിക്കാൻ. നിന്റെ ഉയരുകൊണ്ട് നീ അവർക്ക് ചുറ്റും ഒരു കവചം തീർക്കണം. ഒരു നരഭോജി കഴുകന്മാർക്കും തൊടാൻ പറ്റാത്ത വിധം. ജയമോഹൻ തമ്പിയുടെയും വിജയചന്ദ്രൻ്റെയും മുഖം വിളറിപ്പോയി. ശിവശങ്കരൻ എണീറ്റു. പിന്നെ രേവതിയെ പതിയെ പിടിച്ചുയർത്തി. എന്നിട്ട് സുപ്രിയയെയും സുചിത്രയെയും നോക്കി. അച്ഛൻ ചെയ്തു പോയ മഹാ അപരാധത്തിന് എന്ത് ശിക്ഷ തരണമെന്ന് ചിന്തിച്ച് എൻ്റെ മക്കൾ തലപോയിക്കണ്ട. എന്നോട് ഇക്കാര്യത്തിൽ ക്ഷമിക്കേണ്ടത് ഒരേ ഒരാളാ, എൻ്റെ രേവതി, നിങ്ങളുടെ അമ്മ. ഞാൻ പറഞ്ഞില്ലേ, അവൾ ക്ഷമിച്ചു കഴിഞ്ഞു എന്നോട്. ശിവശങ്കരൻ തലതിരിച്ച് ഉണ്ണിമായയെ നോക്കി. ഉണ്ണിമോൾക്ക് അച്ഛനോട് ദേഷ്യമുണ്ടോടി? ഇല്ല. ഉണ്ണിമായ വിതുമ്പി. പിന്നെന്തിനാ അച്ഛൻ്റെ ഉണ്ണിക്കുട്ടി കരയുന്നത്? എനിക്കുണ്ടായിരുന്ന ഒരു ഏട്ടൻ മരിച്ചുപോയിന്ന് കേട്ടപ്പോൾ. ശിവശങ്കരൻ്റെ മുഖം വേദന കൊണ്ട് ഒന്ന് വലിഞ്ഞു മുറുകി. ഇടതു കൈകൊണ്ട് ശിവശങ്കരൻ മകളെ ചേർത്ത് പിടിച്ചു. സ്വന്തം ഏട്ടനായിട്ട് നിനക്ക് നിന്റെ മൗലിയില്ലേ? പിന്നെന്താ മൗലി? ശിവശങ്കരൻ ചന്ദ്രമൗലിയെ നോക്കി. ലോറികളുടെ ചേസുകൾ കൊണ്ടുവരാൻ കോയമ്പത്തൂർക്ക് പോകണ്ടേ നിനക്ക്? എന്നാ പോകുന്നത്? നാളെ ഉച്ച കഴിഞ്ഞ്. എത്ര ഷാസികൾ? 18 എണ്ണം. ചന്ദ്രമൗലിയുടെ ഇമകൾ ഒന്ന് ചിമ്മിയടഞ്ഞു. ഞാനും ദേവരാജനും ഗോപിക്കുട്ടനും സഫാരിയുമായി പോവും. രേവതിയെയും ചേർത്ത് പിടിച്ച് ശിവശങ്കരൻ മുറിയിലേക്ക് തിരിഞ്ഞു. ഒരു നിമിഷം കൂടി അങ്ങനെ നിന്നിട്ട് ചന്ദ്രമൗലി തിരിഞ്ഞ് മഴയിലേക്ക് ഇറങ്ങി. ശിവശങ്കരൻ എറിഞ്ഞിട്ട് പോയ നടുക്കം മാത്രം ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയായി ഹാളിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. വാനിൻ്റെ ഡോർ തുറന്ന് ദ്രാവിഡമണി ഇറങ്ങി. ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇടതു കൈയുടെ അണിവിരൽ ചെവിയിലിട്ട് തിരിച്ചുകൊണ്ട് ദ്രാവിഡമണി രാമണ്ണയെ നോക്കി. ശരണ്യമോളുടെ കൂടെ കണ്ട പയ്യൻ്റെ ഡീറ്റെയിൽസ് കോയമ്പത്തൂരിൽ നിന്ന് വന്നു. രാമണ്ണയുടെ മിഴികൾ ഒന്ന് പിടച്ചു. അവൻ്റെ പേര് ആസാദ് അബ്ദുൽ കലാം. മലപ്പുറത്തെ നല്ല ഒന്നാന്തരം മുസ്ലിം തറവാട്ടിലെയാ. വാപ്പയുടെ പേര് അബ്ദുൽ കലാം. വലിയ കലാകാരനൊക്കെയായിരുന്നു. കഥകളിയൊക്കെ പഠിച്ചയാളാ. ഉമ്മ നൂർജഹാൻ. ഒരു പെങ്ങൾ തെസ്നി. അബ്ദുൽ കലാം. ഇളം നീല പെയിൻ്റ് അടിച്ച ഒരു ചെറിയ വീടാണ്. വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ഓട്ടുമാവും ചാമ്പമരവും, പിന്നെ കുറച്ച് റോസാച്ചെടികൾ, ജമന്തി, കുറ്റിമുല്ല. ഇന്നലെ സന്ധ്യ വരെ റോസാച്ചെടിയിൽ 3 പൂക്കൾ. പിന്നെ തെസ്നിക്ക് ഓമനിക്കാൻ 2 പൂച്ചക്കുട്ടികൾ. വീടിന് പിന്നിൽ ഒരു കിണറും വിശാലമായ തൊടിയും. പയ്യൻ ശരണ്യമോളുടെ കോളേജിലെ ബാച്ച്മേറ്റാ. ഡീറ്റെയിൽസ് ഇതുപോരെ? മതി. രാമണ്ണയുടെ കാതിലെ പച്ചക്കടുക്കനുകൾ ഒന്ന് മിന്നി. ഇനി വേണ്ടത് നടപടിയാ മണി. രാമണ്ണ പതിയെ തിരിഞ്ഞു. ചന്ദ്രമൗലിക്കു വേണ്ടി വന്ന ലോറിയും പിള്ളേരും തോട്ടത്തിലില്ലേ? ഉണ്ട്. അവരോട് കോയമ്പത്തൂരിന് തിരിക്കാൻ പറ. എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് വ്യാഴം, നാളെ വെള്ളി, മറ്റന്നാൾ. രാമണ്ണയുടെ പല്ലുകൾ ഞെരിഞ്ഞു. മലപ്പുറത്തെ ഇളം നീല ചായം പൂശിയ വീടിൻ്റെ മുറ്റത്ത് ഒരു മയ്യത്തു പന്തൽ ഉയർന്നിരിക്കും. ദ്രാവിഡമണി അണിവിരൽ ചെവിയിലിട്ട് ഒന്ന് കറക്കി. ഒരു വിവരം കൂടി. ഇന്നുച്ചയ്ക്ക് ചന്ദ്രമൗലിയും കോയമ്പത്തൂർക്ക് തിരിക്കും, ലോറിയുടെ ഷാസി എടുക്കാൻ. രാമണ്ണയുടെ കണ്ണുകൾ ഒന്ന് മിന്നി. 2 ഓപ്പറേഷനുകളും കൂടി ക്ലബ്ബ് ചെയ്താലോ മണി? നോക്കാം.
ദ്രാവിഡ മണി തിരിഞ്ഞു. അപ്പോൾ യുദ്ധം കോയമ്പത്തൂർ ഹൈവേയിൽ. നനഞ്ഞ മണൽ പിളർത്തിക്കൊണ്ട് ദ്രാവിഡ മണിയുടെ ടാറ്റ സെനോൺ വാൻ മുറ്റത്തു വട്ടം തിരിഞ്ഞു. അധ്യായം 7. അറവുകാട് ബംഗ്ലാവിൻ്റെ നനഞ്ഞ മണൽ മുറ്റത്ത് വാഹനങ്ങളുടെ ടയർ പാടുകൾ മാത്രം അവശേഷിച്ചു. ജയമോഹൻ തമ്പിയും വിജയചന്ദ്രനും രാവിലെ തന്നെ മടങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. അറവുകാട് ശിവശങ്കരൻ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പതിവ് പോലെ വാതിൽക്കൽ രേവതിയുണ്ടായിരുന്നു. പിന്നിൽ ഉണ്ണിമായയും. അവരൊക്കെ പോയോ? ശിവശങ്കരൻ ഭാര്യയെ നോക്കി. ഉവ്. രേവതിയുടെ സ്വരം നനത്തിരുന്നു. ശിവശങ്കരൻ പതിയെ ഒരു കൈകൊണ്ട് ഭാര്യയെ ചേർത്ത് പിടിച്ചു, വലം കൈകൊണ്ട് മകളെയും. അവർക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലേ രേവതി? രേവതി മിണ്ടിയില്ല. അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടെ നിറയുന്നുണ്ടായിരുന്നു. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ശിവശങ്കരൻ ഒന്ന് നിർത്തി. പിന്നെ ഉണ്ണിമോളുടെ നെറുകയിൽ തലോടി. നീ പോയി നിന്റെ ഏട്ടനെ വിളിച്ചുകൊണ്ടുപാടി. മൗലിയോട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഉണ്ണിമായി അച്ഛനെ നോക്കി തലകുലുക്കി. പിന്നെ പുറത്തേക്ക് ഓടിപ്പോയി. രേവതി. ശിവശങ്കരൻ തിരിഞ്ഞ് ഭാര്യയെ നോക്കി. എന്താ നിന്റെ മനസ്സിൽ ഇപ്പോഴെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രം അറിയാമായിരുന്ന ഒരു രഹസ്യം മക്കൾക്കും മരുമക്കൾക്കും മുൻപിൽ അനാവരണം ചെയ്യപ്പെട്ടു പോയതിൽ അപമാനം, അല്ലേ? കഴിഞ്ഞ 25 വർഷമായി അറവുകാട് ശിവശങ്കരൻ്റെ ജീവിതത്തിലെ ഒരു 2ാം സ്ഥാനക്കാരി എന്ന തോന്നൽ, അല്ലേ? എനിക്ക് രേവതി വിക്കി. എനിക്കറിയാം. ശിവശങ്കരൻ ഭാര്യയെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു. നിന്റെ കഴുത്തിൽ എല്ലാവരും കാണുകെ ഞാനൊരു താലി കെട്ടി. അവളുടെ ഉമാശങ്കരിയുടെ കഴുത്തിൽ ആരും കാണാതെയും. പക്ഷേ ആ ഒരൊറ്റ ചരടിൻ്റെ ബലത്തിൽ ഞാൻ അവളെ തിരിച്ചു പിടിച്ചതും കെട്ടിയിട്ടതും ഈ ജീവിതത്തിലേക്കാ. ആ ഒരു ചരടിൻ്റെ വിശ്വാസത്തിലാ അവൾ എൻ്റെ കൂടെ കിടന്നുറങ്ങിയതും എനിക്ക് വെച്ചു വിളമ്പിത്തന്നതും എൻ്റെ 2 മക്കളെ പ്രസവിച്ചതും. ശിവശങ്കരൻ ഒന്ന് നിർത്തി. ഭർത്താവിനെ കവർന്നെടുത്തവൾ എന്നോ നിന്റെ ജീവിതം നീ അറിയാതെ തട്ടിയെടുത്തവൾ എന്നോ ഒന്നും അവളെപ്പറ്റി കരുതേണ്ട. ഒരു ശത്രുവായിട്ട് മനസ്സിൽ കാണുകയും വേണ്ട. നിന്നോട് എനിക്കുള്ള സ്നേഹത്തിൻ്റെ ഒരു തരി പോലും എടുത്ത് ഞാൻ അവൾക്ക് നൽകിയിട്ടില്ല. അവളിൽ എനിക്ക് പിറന്ന മക്കളെ കൊതി തീരെ ഞാൻ കണ്ടിട്ടുമില്ല. നിന്റെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണ്. എൻ്റെ ഹൃദയം ഒരു കുമിള പോലെ പൊട്ടിപ്പോയേക്കാവുന്ന പല നിമിഷത്തിലും, ജീവിതത്തിൻ്റെ മരുഭൂമിയിലും മഞ്ഞുറിഞ്ഞ് മരവിച്ച ഭൂമികളിലും നീ പോലും അറിയാത്ത എത്രയോ മരണമുനമ്പുകളിൽ എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു പെണ്ണായിരുന്നു അവൾ. നിന്റെ ഭർത്താവിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയവൾ. നിന്റെ സീമന്തരേഖയിൽ കുങ്കുമം മായാതിരിക്കാനാ അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്, എന്നെ ചേർത്ത് പിടിച്ചത്. ശിവേട്ട, മതി. രേവതിയുടെ തൊണ്ടയിൽ ഒരു കരച്ചിൽ കുടുങ്ങി. ഞാൻ കുറവുകളുള്ള ഭാര്യയായിരിക്കാം, പക്ഷേ എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ, അതും എൻ്റെ സ്ഥാനത്ത് കണ്ട ഒരു സ്ത്രീയെ ഇങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. പുകഴ്ത്തിയതല്ല രേവതി. ശിവശങ്കരൻ ഭാര്യയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അവളൊരിക്കലും നിന്റെ ശത്രുവല്ലായിരുന്നു. അത് പറയാനും ബോധ്യപ്പെടുത്താനുമേ ഞാൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. നിന്റെ ഭർത്താവ് ഒരു രോഗം വന്ന് അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ച് കിടപ്പിലായി പോയിരുന്നെങ്കിൽ ഒരു നേഴ്സ് പരിചരിക്കില്ലേ? എനിക്ക് മരുന്ന് തന്നും പരിചരിച്ചും എൻ്റെ കൈപിടിച്ച് നടത്തിയും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ലേ? അങ്ങനെ കണ്ടാൽ മതി നീ എന്നും അവളെ. ശിവശങ്കരൻ ഒന്ന് നിർത്തി. പൊട്ടിയൊഴുകുന്ന മിഴികൾ തിരിച്ച് രേവതി ശിവശങ്കരനെ ഒന്ന് നോക്കി. ഒരു ദിവസം കൊണ്ട് ഭർത്താവിന് ഇരട്ടി പ്രായമായതുപോലെ അവൾക്ക് തോന്നി. ഒരു വശത്ത് നിന്നോടുള്ള സ്നേഹം, കുറ്റബോധം, മറുവശത്ത് ഉമ്മയോടുള്ള സ്നേഹവും ആദിയും. എനിക്ക് അത്ഭുതമാ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാതെ ഇരുന്നതിൽ. ശിവശങ്കരൻ്റെ മുഖത്ത് വേദന പടർന്നു. ജീവിതത്തിൽ ഇന്നുവരെ ആരും ദയ കാണിക്കാത്ത ഒരു ജന്മമാ എൻ്റേത്. ജനിച്ച നാൾ മുതലുള്ള ഒടുക്കത്തെ ടെൻഷൻ. തെറ്റ് എന്ന് വേണമെങ്കിൽ ഈ സമൂഹത്തിന് തോന്നുന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആരുമില്ലാത്ത ഒരു പെണ്ണിനെ സ്നേഹിച്ചതോ സംരക്ഷിച്ചതോ ഒപ്പം നിർത്തിയതോ. ഏതാ തെറ്റ്? ഞാൻ ചെയ്തതിന് പിന്നിലെ നന്മ മാത്രം ആരും കാണാത്തതെന്താ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? അവളോട് ആത്മഹത്യ ചെയ്യാൻ പറയണമായിരുന്നോ? അതോ ശരീരം വിറ്റ് ജീവിക്കാൻ പറയണമായിരുന്നോ? ശിവശങ്കരൻ്റെ കൺതടങ്ങൾ വിങ്ങി. കണ്ണുകളിൽ ചെറു ചോരഞരമ്പുകൾ ശ്വാസം മുട്ടിയിട്ടെന്നോണം പിടിച്ചുകൊണ്ടിരുന്നു. കുടുംബത്തിൽ നിന്ന് ഒന്നും എടുത്തിട്ടല്ല ഞാൻ ഉമ്മയെ സ്നേഹിച്ചത്. അവളെ ജീവിതത്തിൽ കിട്ടിയതുകൊണ്ട് ഞാൻ സമാധാനിച്ചോ? സന്തോഷത്തോടെ ജീവിച്ചോ? എന്നും ഓരോ ഉരുള ചോറ് കയ്യിലെടുക്കുമ്പോഴും ഞാൻ അവളെയും മോളെയും പറ്റി ഓർക്കുമായിരുന്നു. പുഴയിൽ വീണ് മരിച്ചുപോയ എൻ്റെ മകനെപ്പറ്റി ഓർക്കുമായിരുന്നു. എവിടാണെന്ന് പോലും അറിയില്ല എനിക്ക് അവര്. ശ്വാസം മുട്ടിയിട്ടെന്നോണം ശിവശങ്കരൻ ഒന്ന് നിർത്തി. നിനക്ക് ചുറ്റും ഈ അറവുകാട് വീടിൻ്റെ സംരക്ഷണമുണ്ട്. വലിയ മതിലും ഉറപ്പുള്ള ഭിത്തിയും പരിചാരകരും വണ്ടികളും. പക്ഷേ അതുപോലെയല്ല വളരെ വിശാലമായ ഈ ലോകത്ത്. കാലെടുത്തു വച്ചാൽ നിന്ന നിൽപ്പിൽ വെടിച്ചു കീറിപ്പോകാവുന്ന ചതികൾ കുഴിച്ചു വെച്ചിട്ടുള്ള ഈ മണ്ണില് ഒറ്റയ്ക്ക് ഒരമ്മയും മകളും.
ശിവശങ്കരൻ ഒന്ന് നിർത്തി. നിന്നോട് എനിക്ക് ഒരപേക്ഷയേ ഉള്ളൂ. ഉണ്ണിമോളേക്കാൾ 1 വയസ്സ് കൂടുതൽ കാണും പവിത്രയ്ക്ക്. എന്നെങ്കിലും നിന്നെ കണ്ടാൽ അമ്മ എന്ന് മാത്രമേ അവൾ വിളിക്കൂ. സ്വന്തം മക്കളോടുള്ള സ്നേഹം ഒരമ്മയ്ക്കും വേറെ ആരോടും ഉണ്ടാവില്ലെന്ന് അറിയാം. അത്രയും വേണ്ട. സ്നേഹത്തോടെ ഒരു വാക്ക്, ഒരു തലോടൽ, അത്രയും ഉണ്ടാവണം നിന്റെ ഭാഗത്ത് നിന്ന്. എൻ്റെ അപേക്ഷയത്. നാളെ ഞാൻ ഇല്ലെങ്കിലും. അരുത്. രേവതി ഒരു ഞെട്ടലോടെ ഭർത്താവിനെ നോക്കി. ആവശ്യമില്ലാത്തതൊന്നും ശിവേട്ടൻ പറയണ്ട. മക്കള് സുപ്രിയയും സുചിത്രയും അച്ഛനോട് പിണങ്ങിയല്ലോ എന്ന സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ശിവേട്ടൻ എന്തു ചെയ്താലും അതിന് പിന്നിൽ ഒരു ശരിയുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ ഒരു വേദന ഉള്ളിലിട്ട് ഇനിയുള്ള കാലം കൂടി എൻ്റെ ശിവേട്ടൻ നീറണ്ട. ഞാൻ തേടിപ്പോവാം ഉമാശങ്കരിയെയും പാർവതിയെയും. രേവതി ഒന്ന് നിർത്തി. ഭർത്താവിൻ്റെ രഹസ്യ ഭാര്യയെയും മകളെയും തെരഞ്ഞു പോകുന്ന ലോകത്തിലെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും പുച്ഛിക്കുമായിരിക്കും. സാരമില്ല. പിഞ്ചു കുഞ്ഞിൻ്റെ പോലും മാനത്തിന് ഉറപ്പും സുരക്ഷിതത്വവും വിലയുമില്ലാത്ത ഈ ലോകത്ത് എൻ്റെ ഭർത്താവ് ഒരു സ്ത്രീയുടെ മാനം രക്ഷിച്ചു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ശിവശങ്കരൻ മിഴികൾ താഴ്ത്തി രേവതിയെ ഒന്ന് നോക്കി. അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടോളം ചെല്ലുന്ന ഒരു നോട്ടമായിരുന്നു അത്. നിനക്ക് സങ്കടമുണ്ടോ രേവതി? രേവതിയുടെ മുഖത്ത് ഒരു കണ്ണീർ ചിരിയുണ്ടായി. ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ കള്ളമായി പോവില്ല ശിവേട്ട. രേവതി ഒന്ന് നിർത്തി. ലോകത്ത് ഒരു ഭാര്യയ്ക്കും തൻ്റെ ഭർത്താവ് പങ്കുവയ്ക്കപ്പെടുന്നത് ഇഷ്ടമല്ല. പക്ഷേ എന്തു ചെയ്താലും ധൈര്യത്തോടെ തൻ്റെ കണ്ണിൽ നോക്കി സമ്മതിക്കുന്ന ഭർത്താവിനോട് ഭാര്യയ്ക്ക് ഒരു മതിപ്പ് തോന്നും. അയാളെപ്പറ്റി വിശ്വസിക്കാവുന്ന ആളെന്നേ ഏതൊരു പെണ്ണിനും തോന്നൂ. വിശ്വാസവഞ്ചകൻ എന്ന് തോന്നില്ല. രേവതിയുടെ മിഴികൾ തുളുമ്പി ഒഴുകിക്കൊണ്ടിരുന്നു. ഉമാശങ്കരിയെ കണ്ടെത്തിക്കൊല്ലണം എന്നുപോലും തോന്നിയിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചതുപോലെ ശിവേട്ടൻ അവളെയും ചേർത്ത് പിടിച്ചു കാണില്ലേ? എന്നെ സ്നേഹത്തോടെ വഴക്ക് പറഞ്ഞിട്ടുള്ളതുപോലെ അവളെയും ശാസിച്ചിട്ടില്ലേ? ഒന്നിച്ച് ഉറങ്ങിയിട്ടില്ലേ? ഓർക്കുമ്പം ശരീരം ചുട്ടുപൊള്ളുമായിരുന്നു. പിന്നീട് ഞാൻ ചിന്തിച്ചു, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ, എൻ്റെ ജീവിതത്തിന് ഭീഷണിയായി വരാത്ത ഒരു സ്ത്രീ. എന്തിനവളോട് എനിക്ക് ഒരു വൈരാഗ്യം? വേണമെങ്കിൽ ശിവേട്ടന് ജീവിതകാലം മുഴുവൻ ഇത് ഒളിപ്പിച്ചു വയ്ക്കാമായിരുന്നു. പക്ഷേ ശിവേട്ടൻ എന്നോടിത് തുറന്നു പറഞ്ഞത് എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ. രേവതി ഒരേങ്ങലോടെ ശിവശങ്കരൻ്റെ ചുമലിലേക്ക് തല ചേർത്തു. ശിവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോടും ഉമാശങ്കരിയോടും ആരോടും. ഭാര്യയും മക്കളുമുള്ള സത്യം അറിയിച്ചുകൊണ്ടാണല്ലോ ശിവേട്ടൻ അവരെയും സ്നേഹിച്ചത്. ശിവശങ്കരൻ്റെ കണ്ണുകളിൽ ഒരു പുകച്ചിലുണ്ടായി. അച്ഛാ, ഉറക്കെ വിളിച്ചുകൊണ്ട് ഉണ്ണിമായ വരുന്നുണ്ടായിരുന്നു. പിന്നാലെ ചന്ദ്രമൗലി. ഞാൻ ചെന്നപ്പോൾ പോത്തു കുളിക്കുമായിരുന്നു. പാവം ഉണ്ണിമോള് പുറത്തു കാത്തിരുന്നു. എന്നിട്ട് സുന്ദരക്കൂട്ടപ്പനാക്കി ദേ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. എന്താമ്മേ? ചന്ദ്രമൗലി ഒന്നും സംഭവിക്കാത്തതുപോലെ രേവതിയെ നോക്കി. ഹേയ്, ഒന്നുമില്ല. രേവതിയുടെ മുഖത്ത് ഒരു വിളറിയ ചിരിയുണ്ടായി. നിന്റെ അച്ഛനും ഞാനും കൂടി ചുമ്മാ ഓരോന്ന്. മൗലി. അടുത്ത നിമിഷം രേവതിയുടെ സ്വരത്തിന് ഒരു ഖനം വന്നു. ചന്ദ്രമൗലിയും ശിവശങ്കരനും അമ്പരന്നു പോയി. ആദ്യമായിട്ടായിരുന്നു അത്രയും അധികാരത്തിൽ രേവതി ചന്ദ്രമൗലിയെ വിളിക്കുന്നത്. എന്താമ്മേ? ഞാൻ നിന്റെ ആരാ? ചന്ദ്രമൗലിയുടെ കണ്ണുകളിലേക്ക് നോക്കിയായിരുന്നു രേവതിയുടെ ചോദ്യം. ശാന്തമെങ്കിലും ഉറച്ച സ്വരം. തിരമാലകളുടെ ഇരമ്പൽ പോലെയാണ് ചന്ദ്രമൗലിക്ക് അത് തോന്നിയത്. എൻ്റെ അമ്മ. എങ്കിൽ ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടട്ടെ? രേവതിയുടെ നോട്ടം ചന്ദ്രമൗലിയുടെ കണ്ണുകൾക്കുള്ളിലേക്ക് തന്നെയായിരുന്നു. അമ്മ പറയ്. ചന്ദ്രമൗലിക്ക് അകാരണമായ ഒരു ഭീതിയുണ്ടായി. ഇന്നലെ ശിവേട്ടൻ പറഞ്ഞത് നീയും കേട്ടതാണല്ലോ അല്ലേ? ഉവ്വ്. ചന്ദ്രമൗലിയുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. കടപ്പാസാഗർ എന്ന പുഴയിൽ മുങ്ങിപ്പോയ മകനെ ശിവേട്ടന് ഇനിയൊരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ ആ അമ്മയെ, ഉമാശങ്കരി എന്ന ആ അമ്മയെയും പവിത്ര എന്ന മകളെയും നീ കണ്ടെത്തണം മൗലി. കണ്ടെത്തി ഇവിടെ കൊണ്ടുവരണം. ഇതാവശ്യപ്പെടാൻ എനിക്ക് മകനായിട്ട് നീ മാത്രമേയുള്ളൂ. ചന്ദ്രമൗലിയും ശിവശങ്കരനും ഉണ്ണിമായയും ഒരു ഞെട്ടലോടെ രേവതിയെ നോക്കി. രേവതി, നീ? ശിവശങ്കരൻ എന്തോ പറയാനാഞ്ഞതും രേവതി കൈയെടുത്ത് വിലക്കി. ശിവേട്ട, പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. എനിക്കാരോടും പിണക്കമില്ല, ദേഷ്യമില്ല, വാശിയില്ല, ശത്രുതയില്ല. ഇനിയും ഉമാശങ്കരിയും പ്രായപൂർത്തിയായ മകളും അലയണ്ട, കരയണ്ട. അവരെ കണ്ടുപിടിക്കണം, കൂട്ടിക്കൊണ്ടുവരണം. ഇതുപോലെ ഒരു വീട് വെച്ചു കൊടുത്തോ, വാങ്ങിക്കൊടുത്തോ. ഒന്നിനും ഒരു കുറവ് വരാതെ താമസിപ്പിക്കണം. ഈ മുറ്റത്ത് ഒരു പന്തലിട്ട് പവിത്രയുടെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ രേവതിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു നീർത്തുള്ളുകൂടി ഇറ്റു. ആ അമ്മയുടെയും മകളുടെയും കണ്ണുനീര് എൻ്റെ പെൺമക്കളുടെ ജീവിതത്തിൽ ഒരു ശാപമായി വീഴും. അമ്മേ, അത് ചന്ദ്രമൗലിക്ക് എന്തു പറയണം എന്ന് പിടികിട്ടിയില്ല.
നീ കണ്ടുപിടിക്കണം അവരെ. കണ്ടുപിടിച്ചേ പറ്റൂ. നിന്റെ ഈ അച്ഛൻ്റെ മനസ്സാ നിന്നോട് ഞാൻ പറയുന്നത്. ഇനി ഈ ഒരു കാര്യത്തിൽ സംസാരമില്ല. സാരിത്തുമ്പുയർത്തി രേവതി മുഖം തുടച്ചു. ചന്ദ്രമൗലി ഒന്നും മിണ്ടാതെ ഒരു നിമിഷം നിന്നു. പിന്നെ തിരിഞ്ഞ് ശിവശങ്കരനെ നോക്കി. ഞാൻ തിരിക്കുക കോയമ്പത്തൂർക്ക്. എത്ര ചേസിസാ? 18. പോയിട്ട് വാ. സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്ന ആ പദം ആദ്യമായിട്ടാണ് ശിവശങ്കരൻ പറഞ്ഞത്. ചന്ദ്രമൗലിക്ക് അത്ഭുതം തോന്നി. പിന്നിൽ പിടിച്ചിരുന്ന വലതു കൈയിൽ ചന്ദ്രമൗലി ഒരു തളിർവെറ്റിലയും അടക്കയും നാണയത്തൊട്ടും പിടിച്ചിരുന്നു. ചന്ദ്രമൗലി അത് ശിവശങ്കരൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ കുനിഞ്ഞ കാലിൽ തൊട്ട് നമസ്കരിച്ചു. അതൊരു പതിവാണ്. പോട്ടെ, പോയിട്ട് വരാമെന്ന് പറയടാ. ശിവശങ്കരൻ്റെ കണ്ണിൽ ഒരു പുകച്ചിലുണ്ടായി. ശത്രുക്കൾക്ക് നടുവിലാ നീ. പറഞ്ഞത് കേട്ടല്ലോ. സൂക്ഷിക്കണം, ഒരുപാട് സൂക്ഷിക്കണം. പോട്ടെ അമ്മേ. ചന്ദ്രമൗലി രേവതിയെ നോക്കി. നിറകണ്ണുകളോടെ രേവതി തലകുലുക്കി. ഉണ്ണിക്കുട്ടിക്ക് എന്താ ഏട്ടൻ വാങ്ങിച്ചോണ്ട് വരേണ്ടത്? ഒപ്പനക്കര സ്ട്രീറ്റിൽ നല്ല വളകൾ കിട്ടും. വേണോ? ഒന്നും വേണ്ട. മൗലി പെട്ടെന്ന് ഇങ്ങു വന്നാൽ മതി. ഉണ്ണിമായ ചന്ദ്രമൗലിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ശിവശങ്കരനെ ഒന്നുകൂടി നോക്കിയിട്ട് ചന്ദ്രമൗലി തിരിഞ്ഞു. മൗലി. പൊടുന്നനെ പിന്നിൽ നിന്ന് ശിവശങ്കരൻ്റെ വിളി വന്നു. പിടിച്ചു നിർത്തിയതുപോലെ ചന്ദ്രമൗലി നിന്നു. പിന്നെ തിരിഞ്ഞു. എന്താച്ചാ? അതൊന്നുമില്ല. നീ പോയിട്ട് വാ. അച്ഛൻ പറയ. ഇല്ലടാ, വന്നിട്ട് പറയാം. ചെല്ല്, നേരം കളയണ്ട. ശിവശങ്കരനെ നോക്കി ചന്ദ്രമൗലി ഒരു നിമിഷം കൂടി നിന്നു. പിന്നെ പുറത്തേക്ക് നടന്നു. മെറൂൺ കളറുള്ള ഒരു ടാറ്റ സഫാരി ചീറി വരുന്നുണ്ടായിരുന്നു. ഗോപിക്കുട്ടനും ദേവരാജനും അതിലിരിപ്പുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ അക്ബർ അലിയായിരുന്നു. ചന്ദ്രമൗലിയെ കണ്ടതും അക്ബർ അലി സഫാരിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി പിന്നിലേക്ക് കയറി. ചന്ദ്രമൗലി ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ടാറ്റ സഫാരി മുറ്റത്ത് വട്ടം കറങ്ങി വന്ന ദിശയിലേക്ക് തിരിഞ്ഞു. പിന്നെ നനഞ്ഞ മണൽ ചിതറിച്ചുകൊണ്ട് പാഞ്ഞുപോയി. മനസ്സിന് വല്ലാത്തൊരു കനം ചന്ദ്രമൗലിക്ക് തോന്നി. സഫാരിയുടെ റിയർവ്യൂ മിററിലേക്ക് ചന്ദ്രമൗലി ഒന്ന് നോക്കി. അറവുകാട് ബംഗ്ലാവ് പിന്നോട്ട് ഓടിപ്പോകുന്നു. ജയേട്ടൻ ഒന്നും പറഞ്ഞില്ല. SP വിജയചന്ദ്രൻ ജയമോഹൻ തമ്പിയെ നോക്കി. ജയമോഹൻ തമ്പിയുടെ മുതലമടയിലെ ടൊയോട്ട ഗാരാജിലായിരുന്നു അവർ. ആ പന്നപ്പട്ടി തന്ത. കയ്യിലിരുന്ന ഗ്ലാസ് ജയമോഹൻ തമ്പി വലിച്ച ഒരേറ് കൊടുത്തു. ചില്ലുടയുന്ന ശബ്ദം കേട്ട് വർക്ക്ഷോപ്പിലെ പണിക്കാർ കിടുങ്ങിപ്പോയി. എത്ര കൂളായിട്ടാ അയാൾ നമ്മുടെ മുഖത്തു നോക്കി പറഞ്ഞത്. മീറ്റിംഗ് കഴിഞ്ഞുവെന്ന്. 25 വർഷം പഴക്കമുള്ള അവിഹിത ബന്ധത്തിന്റെ കഥ പറഞ്ഞിട്ട്. ശിവശങ്കരൻ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ് ജയമോഹൻ തമ്പിയുടെ തലയ്ക്കകത്ത് ചുറ്റിയടിച്ചുകൊണ്ടിരുന്നു. വിജയ, നമുക്കുണ്ടാവുന്ന നഷ്ടത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്ക്. ധനനഷ്ടം, മാനഹാനി, അറവുകാട്ടെ കോടികൾക്ക് വേറൊരു വിധത്തിൽ അവകാശികള്. നാളെ ശിവശങ്കരൻ എന്ന് പറയുന്ന ആ അമ്മായിയപ്പൻ നാറി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ആ തള്ളയെയും പെണ്ണിനെയും കണ്ടുപിടിക്കും. എന്നിട്ട് ആ പെണ്ണിനെ ചന്ദ്രമൗലിയെക്കൊണ്ട് കെട്ടിക്കും. അയാൾ പറഞ്ഞാൽ അവൻ കാമുകിയെ ഉപേക്ഷിച്ച് അവളെ കെട്ടും. അതോടെ അറവുകാട് ബംഗ്ലാവ് അവർ ഭരിക്കും. ഞാനും താനുമൊക്കെ വെറും വിഡികളായി പോകും. അത് നടക്കാതിരിക്കണമെങ്കിൽ SP വിജയചന്ദ്രൻ ജയമോഹൻ തമ്പിയെ തുറച്ചു നോക്കി. നടക്കാതിരിക്കണമെങ്കിൽ മരണം നടക്കണം. വിജയചന്ദ്രൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടലുണ്ടായി. ചാവേണ്ടത് ഒരാളല്ല, 2 പേരുമല്ല, 4 പേർ. 1 2 3 എന്ന് നമ്പറിട്ട് തീർക്കണം. ജയമോഹൻ തമ്പിയുടെ മിഴികളിടുങ്ങി. ആദ്യം ആ തള്ളയെയും മകളെയും കണ്ടെത്തി തീർക്കണം. പിന്നെ ചന്ദ്രമൗലി എന്ന തീരാ തലവേദനയെ. പക്ഷേ ആദ്യം മരിക്കേണ്ടത് ഇവരാരുമല്ല. ജയമോഹൻ തമ്പി പല്ലുകൾ ചേർത്ത് പിടിച്ചു. കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ആവി തള്ളും പോലെയാണ് ശബ്ദം പുറത്തേക്ക് വന്നത്. അറവുകാട് ശിവശങ്കരൻ. പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ് കേട്ടതെങ്കിലും SP വിജയചന്ദ്രൻ ഒന്നുലഞ്ഞുപോയി. അച്ഛനെ. എന്നെയും തന്നെയും ജനിപ്പിച്ച തന്തയൊന്നുമല്ലല്ലോ. ആണെങ്കിൽ തന്നെ എന്താ? തട്ടണമെങ്കിൽ തട്ടണം. ജയമോഹൻ തമ്പി പതിയെ തിരിഞ്ഞു. ജീവിതമെന്ന് പറയുന്നത് ഒരു റേസിംഗ് ട്രക്കാ വിജയചന്ദ്ര. ആക്സിലേറ്ററിൽ കാലമർത്തിക്കൊണ്ടേയിരിക്കണം. ഓടുകയല്ല, പറക്കുകയേ വേണ്ടത്. മുൻപോട്ട്. ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കണം മുൻപിലെ പ്രതിബന്ധങ്ങൾ. ജയമോഹൻ തമ്പി പതിയെ തിരിഞ്ഞു. പിന്നെ കണ്ണട മൂക്കിലേക്ക് ഒന്നുകൂടി അമർത്തി. പോസ്റ്റ്മോർട്ടം ടേബിളിൽ എക്സ്ട്രാ ന്യൂട്രൽ സ്പിരിറ്റ് കൊണ്ട് ഒടുക്കത്തെ കുളി കാത്തുകിടക്കേണ്ടത് 4 പേരാ. മൗലി മുതൽ ശിവശങ്കരൻ വരെ. പക്ഷേ ആരുടെയും ചോര നമ്മുടെ കയ്യിൽ പുരളാൻ പാടില്ല. പിന്നെ ജയമോഹൻ തമ്പി ഒന്ന് ചിരിച്ചു. 6ാം ക്ലാസ്സിൽ പഠിച്ച സയൻസ് പുസ്തകത്തിലെ ആഹാരശൃംഖല പോലെയായിരിക്കും കളി. ജയമോഹൻ തമ്പി വീണ്ടും ഒന്ന് ചിരിച്ചു. പുൽച്ചാടി പുല്ലു തിന്നും. പുൽച്ചാടിയെ തവള, തവളയെ പാമ്പ്, പാമ്പിനെ മയിൽ, മയിലിനെ കടുവ. വിജയചന്ദ്രൻ പൂരിപ്പിച്ചു. കണ്ടോ കളി? ജയമോഹൻ തമ്പി കണ്ണട മൂക്കിലേക്ക് ഒന്നുകൂടി അമർത്തി. അടി തുടങ്ങിയിട്ടില്ല. വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ. കോയമ്പത്തൂരിലെ അശോക് ലൈലാൻഡ് ഔട്ട്ലെറ്റിൽ നിന്ന്
ഒന്നിനു പുറകെ ഒന്നായി 18 ടോറസ് ലോറികളുടെ ചേസുകൾ പുറത്തിറങ്ങുമ്പോൾ രാത്രി 10 മണി കഴിഞ്ഞു. നിർത്തിവെച്ചിരുന്ന ചെറുനാരങ്ങകൾക്ക് മീതെ കൂടി ലോറികളുടെ ചക്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കയറിയിറങ്ങിക്കൊണ്ടിരുന്നു. ഏറ്റവും മുൻപിലത്തെ ചേസ് ചന്ദ്രമൗലിയായിരുന്നു ഓടിച്ചത്. അതിനു പിന്നിൽ വേറെ 17 ചേസുകൾ. ഏറ്റവും പിന്നിൽ ഗോപിക്കുട്ടനും ദേവരാജനും അക്ബർ അലിയും കയറിയ ടാറ്റ സഫാരി. വിളറിയ നിലാവിന് താഴെ കൂടി ലോറികളുടെ ചേസുകൾ നീങ്ങിക്കൊണ്ടിരുന്നു. ഒരു യുദ്ധമുന്നണിയിലേക്ക് പോകുന്ന കോൺവോയ് പോലെയായിരുന്നു അത്. തിരുമംഗലം കഴിഞ്ഞപ്പോൾ റോഡരികിലെ ഒരു തട്ടുകടയിൽ നിന്ന് കട്ടൻ കാപ്പി കുടിച്ചു. വീണ്ടും മുന്നോട്ട്. റോഡ് വിജനമായിരുന്നു. തിരുമംഗലം കഴിഞ്ഞ് 2 കിലോമീറ്റർ പിന്നിട്ടതും ചന്ദ്രമൗലി ഒരു നടുക്കത്തോടെ ബ്രേക്കിൽ കാലമർത്തി. പിന്നാലെ വന്ന ലോറികളുടെ പുത്തൻ ചക്രങ്ങൾ തറയിൽ ഉരഞ്ഞു കരയുന്ന ശബ്ദമുയർന്നു. അടുത്ത ഭാഗം നാളെ.